സാധാരണ മനുഷ്യരുടെ ചോരയൊഴുക്കുന്ന അവരുടെ കിടപ്പാടങ്ങൾ ഇല്ലാതാക്കുന്ന യുദ്ധങ്ങൾ, സംഘർഷങ്ങൾ എല്ലാ കാലത്തേക്കും തുലയട്ടെ. അതൊരു പൂർണ്ണ യുദ്ധമായിട്ടില്ലെങ്കിലും ഏതെങ്കിലും തരത്തിൽ ശാന്തിയുടെ സൂചനകളില്ലാതെ രക്തരൂക്ഷിതമായ ആകാശയുദ്ധം 8ാം നാളാണ്. അസത്യങ്ങൾ പറഞ്ഞും പാതിവന്ത സത്യങ്ങൾ പറഞ്ഞും ഹമാസ് വേട്ട എന്ന മറവിൽ പലസ്തീന്റെ ആകാശത്ത് കാർപ്പറ്റ് ബോംബിംഗ് നടത്തി ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ, സ്ത്രീകളെ കൊന്നുകൂട്ടിയ മട്ടിൽ ഏകപക്ഷീയമല്ല ഇക്കുറി. എടുക്കുമ്പോൾ ഒന്ന്, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ ശതങ്ങൾ, സഹസ്രങ്ങൾ എന്ന് പണ്ട് ഗാന്ധീവ ശരമാരി പറയും മട്ടിലാണ്. ഒന്നിൽ നിന്ന് വേർപിരിഞ്ഞ് പലതായ ആയുധങ്ങൾ, പലത് പല ലക്ഷ്യങ്ങളിൽ ഒരേ സമയം. സിജ്ജിൽ മിസൈലുകൾ, ഡാൻസിംഗ് മിസൈൽ, ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗതയിൽ പായുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ, ഇൻവിൻസിബിൾ ഇംപെനട്രേറ്റബിൾ ഷീൽഡ് എന്ന ഖ്യാതിയൊക്കെ നഷ്ടപ്പെട്ട നിൽപ്പാണ് വിഖ്യാതമായ എൻഡോം. ഇസ്രായേൽ ആകാശത്ത് മാത്രമല്ല തീമഴ പെയ്ത്ത്, ടെഹ്റാനിലും കൊടിയ നാശങ്ങൾ, ജീവനഷ്ടങ്ങൾ. ആ സൈനിക ശക്തികളുടെ മുഖാമുഖം നിൽക്കലിൽ അമേരിക്ക പങ്കാളിയാകുമെന്ന സൂചനകൾക്കിടെ വ്യവഹാരത്തിൽ പങ്കാളിയാകുന്നു റഷ്യയും ചൈനയും. ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ആലോചനയൊരു കുഞ്ഞുകളിയല്ലെന്നും അതൊരു നരകവാതിൽ തുറക്കലാണെന്നും ഓർമ്മയില്ലേ ചെർണോബിൽ എന്നും ചോദിക്കുന്നുണ്ട് റഷ്യ. സമാധാനം പറയുന്നുണ്ടെങ്കിലും ചൈന അപലപിക്കുന്നത് ഇസ്രായേൽ ആക്രമണത്തെയാണ്. ആ മേഖലയിൽ ഇറാൻ ഇസ്രായേൽ ഫേസ് ഓഫിൽ വൻശക്തി രാജ്യങ്ങൾ സംഘർഷത്തിൽ പക്ഷം പിടിച്ച് ഗ്രൂപ്പിംഗ് തുടങ്ങിയെങ്കിൽ കാത്തിരിക്കേണ്ടത് സമാധാനമാണോ, സർവ്വസംഹാരമാണോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. മേജർ ജനറൽ ജേക്കബ് തരകൻ, കേണൽ എസ് ഡിന്നി, ജോസഫ് ആന്റണി, ശ്രീ ഷാബു പ്രസാദ് എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ മേജർ ജനറൽ ജേക്കബ് തരകനിലേക്ക് പോകുന്നു. ശ്രീ ജേക്കബ് തരകൻ, 8ാം നാളാണ്, തരിമ്പിന് ശമനമില്ലാതെ തുടരുന്നു ആക്രമണം. ഇപ്പോഴും ഇസ്രയേലിൽ ഇറാന്റെ വ്യോമാക്രമണം നടക്കുന്നു. ഹൈഫയിൽ മിസൈലുകൾ വീഴുന്നുണ്ട്. ഏകപക്ഷീയമല്ല. തെഹ്റാനിൽ ഇസ്രായേൽ വലിയ നാശമുണ്ടാക്കുന്നു. തിരിച്ചടിയായി ആ നാശത്തോളം തന്നെ അയൺഡോമുകൾ ഭേദിച്ച് ഇസ്രായേലിലെ പ്രധാന നഗരങ്ങളിൽ, മിലിറ്ററി ആസ്ഥാനങ്ങളിലൊക്കെ ഇറാൻ മിസൈലുകളും ഒറ്റപ്പെട്ടല്ല വ്യാപകമായി തന്നെ പതിക്കുന്നുണ്ട്. ഹൈഫയിലെ ഓയിൽ റിഫൈനറി, ടെല്ലവീവ് IDF ക്വാർട്ടേഴ്സിനടുത്ത്, മൊസാദ് മെയിൻ ഫെസിലിറ്റി, മോഷെ ദയാൻ ക്യാമ്പ്, ജനവാസ മേഖലയൊക്കെ കനത്ത നാശം വിതക്കലാണ് ഇറാൻ. ഈ അശാന്തി സൈനികമായി എത്ര നാൾ ഇങ്ങനെ രക്തരൂക്ഷിതമായി തുടരും എന്നാണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ, ശ്രീ ജേക്കബ് തരകൻ? ഹാഷ്മി, ഇപ്പോഴത്തെ യുദ്ധങ്ങൾ നമ്മൾക്ക് ഇങ്ങനെ ഇത്ര ദിവസം തുടരും അല്ലെങ്കിൽ എൽപ്പോ നിൽക്കും എന്ന് വിലയിരുത്തുന്ന സമയങ്ങളൊക്കെ പണ്ട് കഴിഞ്ഞുപോയി. നമ്മൾ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ ഇത് ഒരാഴ്ച കൂടിപ്പോയാൽ ഒരാഴ്ച എന്ന് പറഞ്ഞ് ഇപ്പം വർഷങ്ങൾ കഴിഞ്ഞു. അതിപ്പോഴും തുടരുന്നു. ഇങ്ങനെ ഭൂമുഖത്ത് പല സ്ഥലങ്ങളിലും യുദ്ധങ്ങൾ പല രീതിയിൽ നടക്കുന്നു. ഇസ്രായേൽ തുടങ്ങി വെച്ച യുദ്ധം ഒരുപക്ഷെ ഇസ്രായേൽ വിചാരിച്ച് കാണും പെട്ടെന്ന് നിർത്താമെന്ന്. അതോ അവർക്ക് തെറ്റിയതാണോ? ഇതിന് ഒരു അവസാനം വരണമെങ്കിൽ രണ്ട് കക്ഷികൾക്കും ഈ ഓഫ് റാമ്പ്, അതായത് റാമ്പിൽ നിന്ന് മാറാനുള്ള ഒരു വഴി ഒരുങ്ങണം. അതിന് ഒരു പക്ഷേ ഇപ്പോൾ നടക്കുന്ന ജനീവയിൽ നടക്കുന്ന ഒരു മീറ്റിംഗ് ഉണ്ടല്ലോ, എല്ലാ ഫോറിൻ മിനിസ്റ്റേഴ്സും, യൂറോപ്യൻ യൂണിയന്റെ ഫോറിൻ മിനിസ്റ്റേഴ്സും ഇറാന്റെ ഫോറിൻ മിനിസ്റ്ററും തമ്മിൽ ഉള്ള ചർച്ച നടക്കുന്നുണ്ട്. അതിന്റെ പരിണാമം ഒരു പക്ഷേ ഇസ്രായേൽ പുറകോട്ട് പോവുകയും ഈ യുദ്ധം നീക്കുകയും ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്റെ കണക്കുകൂട്ടലിൽ ഇറാൻ വെടിനിർത്തണമെങ്കിൽ ഇസ്രായേൽ ആദ്യമേ വെടിനിർത്തേണ്ടി വരും. കാര്യം അല്ലെങ്കിൽ അത് ഇറാൻ ഭരണകൂടത്തിന് ഒരു പിന്നോക്കം അല്ലെങ്കിൽ ഒരു തിരിച്ചടി പോലെ ആകും. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഈ വന്ന സ്ഥിതിയിൽ നിന്ന് മാറണമെങ്കിൽ എന്തെങ്കിലും ഒരു ഡിപ്ലോമാറ്റിക് മൂവ്മെന്റ് നടക്കണം. അല്ലെങ്കിൽ ഇത് എത്ര ദിവസം പോകുമെന്നറിയാൻ വയ്യ. ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് നിർത്തണമെന്നായിരിക്കും. പക്ഷേ ഇറാന് ഇതൊരു മാരത്തൺ യുദ്ധമാണ്. അവർക്ക് പണ്ടും 7-8 വർഷം യുദ്ധം ചെയ്തുള്ള പരിചയമുണ്ട്. അത് ലോങ്ങായി നീണ്ടു പോകുകയാണെങ്കിൽ അത് ഇറാന് ഗുണം വരുമായിരിക്കാം. അല്ല ജേക്കബ് സാർ, ഇപ്പോ അബ്ബാസ് അറാഖ്ചി, അവരുടെ വിദേശകാര്യമന്ത്രി, ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അറാഖ്ചി പറയുന്നത്, ഞാൻ ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഇരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളിൽ യുദ്ധം നിർത്താനോ അല്ല. ഞാൻ ഇവിടെ ഇരിക്കുന്നത് കേൾക്കാനാണ്. എൻ്റെ രാജ്യത്ത് ഇപ്പോഴും ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്രമണം നടക്കുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചടിക്കാൻ നിർവാഹമില്ല. ആക്രമണം നടക്കുമ്പോൾ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. ഞാൻ പക്ഷേ വന്ന് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ മാത്രമാണ്, അല്ലാതെ ഏതെങ്കിലും തരത്തിലൊരു ഉപാധികളിൽ ഞാൻ ഇരിക്കലല്ല എന്ന് അറാഖ്ചി ഒരു മുൻകൂർ പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഇപ്പോൾ നടക്കുന്ന ആ യോഗത്തിൽ എന്തെങ്കിലും പ്രതീക്ഷയാണോ നമുക്ക്, ശ്രീ ജേക്കബ് തരകൻ? എനിക്ക് ചോദ്യത്തിന്റെ ആദ്യ ഭാഗം ഞാൻ കേട്ടില്ല, കാരണം ഡിസ്കണക്ട് ആയിരുന്നു. താങ്കൾ ചോദിച്ച ചോദ്യം ഒന്നുമില്ല. ഇപ്പൊ ജനീവയിലെ യോഗത്തിൽ പങ്കെടുക്കുന്ന അവരുടെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി
യോഗത്തിൽ പോകുന്നതിന് മുൻപ് പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള ഉപാധികളിൽ യുദ്ധം നിർത്താനുള്ള ചർച്ചയിലല്ല ഞാനിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് ഞാൻ അങ്ങയിലേക്ക് എത്താം സാർ, അങ്ങ് കേൾക്കാൻ ഞാൻ അങ്ങയിലേക്ക് എത്താം. ശ്രീ കേരള സ്റ്റിന്നി, എപ്പോഴും താങ്കൾ പറയാനുണ്ട് നമ്മുടെ ഇപ്പോൾ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിലാവട്ടെ, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യത്തിലൊക്കെ താങ്കൾ എപ്പോഴും പറയാറുള്ളത് ഒരു മിലിറ്ററി എയിമിൻ്റെ കാര്യമാണ്, ഒരു മിലിറ്ററി ലക്ഷ്യത്തിൻ്റെ കാര്യമാണ്. ഇവിടെ ഇറാന്റെ ആണവ ശേഷി ഇല്ലാതാക്കും എന്ന് ഇസ്രായേൽ ആദ്യം പറഞ്ഞു, അത് ലക്ഷ്യമില്ലാതാക്കുമെന്ന് പറയുന്നു. അതിന് ഈ പറയുന്ന രീതിയിൽ ഭൂമിക്കടി ഏറ്റവും താഴെയുള്ള അത് അവസാനിപ്പിക്കണമെങ്കിൽ അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബ് വേണം. പുതിയ സാഹചര്യത്തിൽ ബങ്കർ ബസ്റ്റർ കൊണ്ട് അമേരിക്ക ഇടുമോ എന്ന സംശയം അവിടെയുണ്ട്. അപ്പോൾ ഗോൾ പോസ്റ്റ് മാറ്റുന്നു, നെതന്യാഹുവിനെ ഖമനയെ കൊല്ലും എന്ന് പറയുന്നു. ഇപ്പോഴും ഒരു മിലിറ്ററി എയിം ഇല്ലാതെ യുദ്ധത്തിലേക്ക് പോയാൽ ശ്രീ ജേക്കബ് തരംഗം പറയുന്നത് പോലെ, ജേക്കബ് തരംഗം പറയുന്നത് മാത്രമല്ല, നമ്മൾ റഷ്യ യുക്രൈൻ ഒറ്റയാഴ്ച എന്ന് പറഞ്ഞ യുദ്ധം 3 വർഷമായി. ഒന്നുമല്ലാത്ത പലസ്തീൻ ഇസ്രായേൽ യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. അതിനു മുമ്പ് ഇറാഖ് ആവട്ടെ, അഫ്ഗാനിസ്ഥാൻ ആവട്ടെ, ലിബിയ ആവട്ടെ, വർഷങ്ങൾ നീണ്ട എത്ര യുദ്ധങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിലേക്കുള്ള പോക്കിലാണോ ഈ രാഷ്ട്രങ്ങൾ, ശ്രീ എസ് ഡിന്നി? ശ്രീ ഹാഷ്മി, നമ്മൾ കഴിഞ്ഞ സംസാരിച്ചപ്പോൾ, അതായത് 2 ദിവസം മുമ്പ് സംസാരിച്ച് നിർത്തിയത് നമ്മൾ ഇതേ ചോദ്യത്തിലായിരുന്നു. അതായത് ഈ യുദ്ധം എങ്ങോട്ട് പോകും എന്നുള്ള രീതിയിലായിരുന്നു. അന്ന് ഞാനും പറഞ്ഞതായിരുന്നു ഒരു സ്ട്രൈക്ക് കൗണ്ടർ സ്ട്രൈക്ക് എന്നുള്ള രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നുള്ളതാ കരുത്. അതേ രീതിയിലാണ് നമ്മളിപ്പോൾ ഒരു 48 മണിക്കൂർ കഴിഞ്ഞപ്പോഴും ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സ്ട്രൈക്ക് നടത്തും, അതിലൊരു കൗണ്ടർ സ്ട്രൈക്ക് വരും, പിന്നീട് വീണ്ടും സ്ട്രൈക്ക്, പിന്നെ വീണ്ടും കൗണ്ടർ സ്ട്രൈക്ക്, അങ്ങനെയുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് ശ്രീ ജനറൽ തരകൻ സർ പറഞ്ഞതിനകത്ത് ഞാനും യോജിക്കുന്നു. അതായത് ഈ യുദ്ധം തീരണമെങ്കിൽ, അവസാനിക്കണമെങ്കിൽ അത് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് അവര് നിർത്തിയാൽ മാത്രമേ ഇത് തീരത്തുള്ളൂ. കാരണം ഇറാൻ അങ്ങനെ ഒരു കീഴടങ്ങൽ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു റെജീം ചേഞ്ച് വന്ന് എന്നിട്ട് ഒരു കീഴടങ്ങൽ നടക്കും എന്നുള്ളത് വളരെ എന്താ പറയുക ഒരു സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് കാണുന്നത്. കാരണം അങ്ങനെ ഒരു അവസ്ഥയിലല്ല ഇപ്പോഴത്തെ സൈന്യവും അവരുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷവും. അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചോളം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അവരുടെ മിലിറ്ററി എയിം എന്താണ് എന്നുള്ളതാണ്. ആ മിലിറ്ററി എയിം ന്യൂക്ലിയർ ടെക്നോളജിയെ ഇറാന്റെ ഡിസ്ട്രോയ് ചെയ്യുകയാണെങ്കിൽ അവര് ഇപ്പം ക്ലെയിം ചെയ്യുന്നത് അവരുടെ ആ സർഫേസിലുള്ള ഇൻസ്റ്റാളേഷൻസ് ഒക്കെ ധാരാളം നാശനഷ്ടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും കംപ്ലീറ്റ് ആയിട്ട് ഇറാനിന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് തകർക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും അവർക്കറിയാം. അപ്പൊ ഇത് എത്ര നാൾ എടുക്കും എന്നുള്ളതാണ് അതിന്റെ ചോദ്യം. അവിടെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്നത്തെ ഒരു പ്രസ്താവന, അതായത് ഞാൻ ഇതിനകത്ത് ചേരണ്ടേ, യുദ്ധത്തിന്റെ പങ്ക് ചേരണോ വേണ്ടെന്ന് അടുത്ത 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിക്കുന്ന പറഞ്ഞത്. അപ്പൊ ഈ 2 ആഴ്ച എന്ന് പറഞ്ഞാൽ തന്നെ എത്ര ദിവസമായി നോക്ക്, 14 ദിവസം ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അമേരിക്ക ഇസ്രായേലിന്റെ അടുത്ത് ഈ 2 ആഴ്ച ഇതേപോലത്തെ രീതിയിലേക്ക് തുടരാനുള്ള ഒരു അനുവാദം തന്നെ അല്ലേ അത്? അപ്പൊ 2 ആഴ്ച ഒന്നി അതൊരു സ്ട്രാറ്റജി ആവാം, ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ US ചിലപ്പോൾ ഇതിനകത്ത് പങ്കുചേരാം, അല്ലെങ്കിൽ ഒരു നെഗോസിയേഷന് വേണ്ടിയുള്ള ഒരു ടാക്ടിക്സ് ആവാം. പക്ഷെ 14 ഡേയ്സ് വരെ ഡൊണാൾഡ് ട്രംപ് പറയാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിക്കാമെന്ന് പറയുമ്പോൾ അവരുടെ കാൽക്കുലേഷൻസിലും ഇത് ഒരു 2 ആഴ്ചക്കൂടെ പൊയ്ക്കോട്ടെ, എത്രമാത്രം അടി പോകുന്നു നമുക്ക് നോക്കാം, ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇറാനെ എത്രമാത്രം ഡീഗ്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് നോക്കാം എന്നുള്ള ഒരു രീതി. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞ കാര്യം തന്നെയാണ്, ഒരു സ്ട്രൈക്ക് അത് ഒരു കൗണ്ടർ സ്ട്രൈക്ക്. കാരണം ഇറാൻ ആയാലും ഇസ്രായേൽ ആയാലും ഏകദേശം അവരുടെ ധാരാളം, ഇപ്പൊ ഇറാന്റെ കയ്യിൽ ബാലിസ്റ്റിക് മിസൈൽ ആണെങ്കിൽ ഇസ്രായേലിന്റെ കയ്യിൽ എയർഫോഴ്സ് ആണ്. കാരണം ഗ്രൗണ്ട് ഓപ്പറേഷൻസിന് അവിടെ യാതൊരു പ്രസക്തി ഇല്ലല്ലോ. അപ്പൊ എയർഫോഴ്സ് വെച്ച് ഇസ്രായേൽ സ്ട്രൈക്ക് ചെയ്യുന്നു, ബാലിസ്റ്റിക് മിസൈൽസ് വെച്ചിട്ട് ഇറാൻ സ്ട്രൈക്ക് ചെയ്യുന്നു. അതിനകത്ത് നാശനഷ്ടങ്ങൾ 2 ഭാഗത്തും ഉണ്ടാവുന്നു. അപ്പൊ അതൊക്കെ ഡിബേറ്റബിൾ ആണ്, ആർക്കാണ് കൂടുതൽ വന്നത് അല്ലെങ്കിൽ ഏതൊക്കെ. അതൊക്കെ ആക്ച്വലി പറഞ്ഞാൽ അതിനൊരു മനുഷ്യത്വം ഇല്ലാത്തൊരു രീതി തന്നെയാണ്. ഇവിടെ ഒരു കണക്കല്ലല്ലോ, ഇവിടെ 10 പേര് മരിച്ചു, അവിടെ 30 പേര് മരിച്ചപ്പോ ഇവർക്കാണ് കൂടുതൽ, അങ്ങനെയുള്ള കണക്കിന് ഒരു പ്രസക്തി ഇല്ല. മരിക്കുന്നൊക്കെ സാധാരണക്കാർ തന്നെ ആയിരിക്കും. 2 ഭാഗത്തും കാഷ്വാലിറ്റീസ് ഉണ്ടാവും, 2 ഭാഗത്തും പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഇത് ബാക്കി റഷ്യ, ചൈന പോലത്തെ രാജ്യങ്ങൾ നേരിട്ട് വന്ന് ഇടപെട്ട് എന്തെങ്കിലും തടഞ്ഞില്ലെങ്കിൽ അതും അവർക്ക് തടയാൻ പറ്റുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അത് സാധിക്കുന്ന കാര്യമാണെന്ന്. പക്ഷെ ഇത് ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ച് ഇതുപോലെ മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. അതായത് അവിടുന്ന് സ്ട്രൈക്ക് നടത്തും, ഇവിടുന്ന് കൗണ്ടർ സ്ട്രൈക്ക് വരും, ഇവിടുന്ന് സ്ട്രൈക്ക് ചെയ്യും, അപ്പൊ അവിടുന്ന് കൗണ്ടർ സ്ട്രൈക്ക് വരും. ആ രീതിയിലേക്കുള്ള ഒരു പോക്കായിട്ടാണ്. അതിന്റെ ലെവൽ പതുക്കെ കൂടുന്നതാണ്. ഇപ്പം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ക്ലസ്റ്റർ ബോംബ് ഉപയോഗിച്ചതായിട്ടുള്ള ഇതുണ്ട്. അതായത് ഇസ്രായേലിന്റെ ഹോസ്പിറ്റലിനെ ടാർഗറ്റ് ചെയ്തപ്പോൾ ക്ലസ്റ്റർ ബോംബാണ്. ഈ ക്ലസ്റ്റർ ബോംബ് യഥാർത്ഥത്തിൽ ബാൻ ചെയ്ത ബോംബാണ്, അത് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അമേരിക്ക യൂസ് ചെയ്യാറുണ്ട്, ഇസ്രായേൽ യൂസ് ചെയ്യാറുണ്ട്, റഷ്യ യൂസ് ചെയ്യാറുണ്ട്, ഇപ്പം ഇറാനും യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്ന ബോംബുകളാണ്. അതിനകത്തും ഈ ക്ലസ്റ്റർ ബോംബിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് അന്തരീക്ഷത്തിൽ പൊട്ടിയിട്ട് അത് എല്ലായിടത്തും പോകും.
അവിടെയും പിന്നീട് ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ചില പൊട്ടുന്നത്. അപ്പൊ അതൊക്കെ സാധാരണക്കാരായ ആളുകളുടെ അടുത്തായിരിക്കും ഈ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകുമ്പം നാശനഷ്ടങ്ങൾ ഇനിയും കൂടാനുള്ള ചാൻസേ ഉള്ളൂ. അതല്ലാതെ ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ ഒരു ഇത് വേണമെങ്കിൽ ഇസ്രയേൽ കൺഫേം ചെയ്യാണ് ഞങ്ങളെല്ലാം നശിപ്പിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ ഏത് മിലിറ്ററി എയിമിലേക്കാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിഞ്ഞത് അത് ഞങ്ങൾക്ക് നേടി എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അത് നിൽക്കും. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകം അത് വിശ്വസിക്കോ എന്ന്, അല്ലെങ്കിൽ അവരുടെ ജനത തന്നെ അത് വിശ്വസിക്കോ എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട് ശ്രീ ഹാഷ്മി. യെസ്, ജോസഫ് ആന്റണി, ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ പറയുന്നത് സൊറോക്കയിലെ ആശുപത്രിയിലേക്ക് ഇറാൻ ബോംബിട്ടത് മഹാപരാധമാണ്, യുദ്ധക്കുറ്റമാണ്. ശരിയാണ്, തെറ്റാണ്. ഒരു ആശുപത്രി ലക്ഷ്യം വെക്കാൻ ഇറാൻ പറയുന്നത് ആശുപത്രി ലക്ഷ്യം വെച്ചതല്ല, ഇപ്പുറത്തേതോ ഏതോ സൈനിക ആസ്ഥാനത്തേക്ക് അടിച്ചപ്പോൾ അതിന് ഇമ്പാക്ട് ഉണ്ടായതാണ്. ഇനി അത് തെറ്റാണ്. പക്ഷെ പറയുന്ന ആരാണ്? ഇസ്രായേലാണ് പറയുന്നത്. ഏത് ഇസ്രായേലാണ്? അവിടെ പലസ്തീനിൽ 70-ലധികം ആശുപത്രികളിൽ ബോംബിട്ട് ഈ പറയുന്ന കുഞ്ഞുങ്ങളെയും രോഗികളെയും ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും മാധ്യമപ്രവർത്തകരെയും ഒക്കെ കൂട്ടത്തോടെ കൊണ്ടുകൊടുക്കുക ഇസ്രായേൽ പറയുകയാണ് സൊറോക്കയിലെ ബോംബ് യുദ്ധക്കുറ്റമാണ്. രസോട് കേൾക്കാൻ. പക്ഷേ ജോസഫ് ആന്റണി, ഇവിടെ ഇന്നലെ വരെ കണ്ട ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഇറാനെയല്ല നമ്മൾ ഇന്ന് കാണുന്നത്. അമേരിക്ക ഇടപെടാനുള്ള സാധ്യത ഉണ്ടാകുമ്പോൾ മിണ്ടാതിരുന്ന റഷ്യയും ചൈനയും മിണ്ടി തുടങ്ങുന്നുണ്ട്. അമേരിക്ക ഇടപെടൽ എക്സ്ട്രീമിലി ഡേഞ്ചറസ് സ്റ്റെപ്പാണെന്നും ഖാംനയെ വധിക്കാനുള്ള നീക്കം അംഗീകരിക്കാനാവില്ലെന്നും പറയുന്നുണ്ട് റഷ്യ. പുട്ടിനും ഷീജിങ്ങും പിന്നെ ചർച്ച നടത്തി ഇസ്രായേൽ ആക്രമണത്തെ അപലപിക്കുന്നു ചൈന. ഇറാൻ ആയുധങ്ങൾ ചോദിച്ചോ എന്ന ചോദ്യത്തിന് പുട്ടിൻ പറഞ്ഞത് ഞങ്ങളുടെ ഇറാൻ സുഹൃത്തുക്കൾ ഇതുവരെ ആയുധങ്ങൾ ചോദിച്ചിട്ടില്ല എന്നാണ്. ആ ഗ്രൂപ്പിംഗ് തുടങ്ങിയിട്ടുണ്ട്. ശ്രീ ജോസഫ് ആന്റണി, ഈ പോക്ക് എങ്ങോട്ടുള്ള പോക്കാണ്? നമ്മൾ ഇതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഒരു ഗ്ലോബൽ ഡയമെൻഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഈ വാസ്തവത്തിൽ ഈ ഇറാനിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തിയ ആക്രമണം എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അവർ പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. അത് നെതന്യാഹു തന്നെ യുദ്ധം തുടങ്ങിയ സമയത്ത് പറഞ്ഞു, ഒന്ന്, ഞങ്ങൾക്ക് ഇറാൻ്റെ കയ്യിലുള്ള ആണവായുധങ്ങളെ ഇല്ലാതാക്കുക, പൂർണ്ണമായും നശിപ്പിക്കുക എന്ന്. രണ്ടാമത്തത് ഈ റഷീം ചേഞ്ച്, ഭരണകൂടത്തെ മാറ്റുക. ഈ രണ്ട് ലക്ഷ്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ രണ്ട് ലക്ഷ്യങ്ങൾ വാസ്തവത്തിൽ പുതിയതല്ല. എനിക്ക് തോന്നുന്നത്, എൻ്റെ അറിവ് പ്രകാരം 2000-ൽ ബുഷ് അധികാരത്തിൽ വന്നതിന് ശേഷം ബുഷിൻ്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിരുന്ന കൊണ്ടോലിസ റൈസ് അവതരിപ്പിച്ച ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്ന് പറയുന്നത് ന്യൂ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന പദ്ധതിയാണ്, പുതിയ പശ്ചിമേഷ്യ എന്ന് പറയുന്ന പദ്ധതിയാണ്. ആ പുതിയ പശ്ചിമേഷ്യയ്ക്ക് 2-3 പ്രധാനപ്പെട്ട അജണ്ടകളുണ്ടായിരുന്നു. ആ 2-3 പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും താല്പര്യങ്ങൾക്ക് നിൽക്കാത്ത രാജ്യങ്ങളെ ഭരണമാറ്റം നടത്തുക എന്നുള്ളതാണ്. ആ ഭരണമാറ്റം നമുക്കറിയാം, 2000-ലാണ് കോണ്ടോലിസ റൈസ് ഇത് അവതരിപ്പിക്കുന്നത്. അതിനുശേഷം 2003-ൽ ഇറാഖിൽ നടന്നു. അതിനുശേഷം ലിബിയയിൽ 2011-ൽ നടന്നു. 2014 സിറിയയിൽ നടന്നു. അതായത് ഈ രാജ്യങ്ങളെല്ലാം ഈ അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെയോ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്ത അവരുടെ മേധാവിത്വത്തെ ചോദ്യം ചെയ്യുന്ന രാജ്യങ്ങളായിരുന്നു. അവരെ എല്ലാം മാറ്റി. ഇപ്പോൾ ഇനി ഉള്ളത്, അതായത് ഈ ന്യൂ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന കൊണ്ടോലിസ റൈസ് പറഞ്ഞ പദ്ധതിയിലെ ഒന്നാമത്തെ കാര്യമായ ഭരണമാറ്റം എന്നുള്ളത്, ഒന്നാമത്തെ കാര്യമായിട്ട് ഇനി നിലനിൽക്കുന്നത് അവശേഷിക്കുന്നത് ഇറാനാണ്. ഇറാനെ കൂടി മാറ്റണം എന്നുള്ളത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും തമ്മിലുള്ള ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അതിന് തീർച്ചയായിട്ടും അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അമേരിക്കയെ സൈനികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും എല്ലാ തലങ്ങളിലും പിന്തുണയ്ക്കുന്നത് അമേരിക്കയാണ്. അമേരിക്ക എല്ലാ വർഷവും $300 മില്യൺ ആയുധ നവീകരണത്തിനായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഇവിടെ കൊട്ടിഘോഷിക്കപ്പെടുന്ന അയൺ ഡോം എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഡിസൈൻ ഇസ്രായേലിൻ്റെതാണെങ്കിൽ അതിന് $1.3 ബില്യൺ നൽകി സാമ്പത്തികമായി സഹായിച്ചത് അമേരിക്കയാണ്. അപ്പോൾ ഈ തരത്തിലെല്ലാം ഈ പദ്ധതികളെല്ലാം വാസ്തവത്തിൽ നമ്മളെല്ലാവരും പറയും അമേരിക്കയുടെ തോളിലിരുന്നു കൊണ്ട് യുദ്ധം ചെയ്യുന്ന, പശ്ചിമേഷ്യയിൽ യുദ്ധം ചെയ്യുന്ന രാജ്യമാണ് ഇസ്രായേൽ, അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ പ്രോക്സിയാണ് ഇസ്രായേൽ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. ബാക്കി രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ഈ അതിർത്തി, അതായത് ഇസ്രായേലിൻ്റെ അതിർത്തി വിസ്തൃതമായിക്കൊണ്ട് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ആശയം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഗാസ പിടിച്ചടക്കുക, ലെബനൻ്റെ കുറച്ച് ഭാഗങ്ങൾ പിടിച്ചടക്കുക, യോർദാൻ്റെ കുറച്ച് ഭാഗങ്ങൾ പിടിച്ചടക്കുക, പറ്റുമെങ്കിൽ ഈജിപ്തിൻ്റെ ഭാഗങ്ങൾ പിടിച്ചടക്കുക. ഈ തരത്തിൽ ഇസ്രായേലിൻ്റെ വ്യാപ്തി വിപുലീകരിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രദേശത്തെ ഒരു വലിയ ശക്തിയായി മാറുക എന്ന് പറയുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവും അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിനകത്ത് ഇടപെടേണ്ട വേറൊരു രാജ്യത്തിൻ്റെ പേര് നമ്മൾ പറഞ്ഞില്ല, അത് പിന്നാലെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ ഇതിനകത്ത് ഇടപെടേണ്ട ഒരു രാജ്യമാണ്, ചൈനയും റഷ്യയും ഇടപെടേണ്ട രാജ്യമാണ്. എന്തുകൊണ്ടാണ് ചൈനയും റഷ്യയും അത് ശക്തമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ചൈനയ്ക്കും റഷ്യയ്ക്കും ചൈന 2 വർഷം മുമ്പ് ഇറാനുമായി 25 വർഷത്തെ ദീർഘകാല തന്ത്രപരമായ കരാറിൽ ഒപ്പിട്ടു. എന്ന് പറഞ്ഞാൽ അവിടുത്തെ നമുക്കറിയാം, നമ്മൾ ചബഹർ പോർട്ട് ഡെവലപ്പ് ചെയ്യുന്ന പോലെ ചബഹർ പോർട്ടിൻ്റെ ഒരു ഭാഗം ഡെവലപ്പ് ചെയ്യുന്നത് ചൈനയാണ്. ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ ചൈന പ്രഖ്യാപിച്ചിട്ടുണ്ട്, സാമ്പത്തികം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും അധികം എണ്ണ ചൈനയിൽ നിന്ന് ഇപ്പോൾ ഇറാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് ചൈനയാണ്. അപ്പോൾ ആ തരത്തിൽ വളരെ, അതായത് ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന പദ്ധതിയിൽ ഇറാനുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ചൈനയ്ക്ക് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ളൊരു പ്രദേശമാണ് ഇറാൻ. അവിടെ അമേരിക്കയും ഇസ്രായേലും പൂർണ്ണമായി അധീശത്വം സ്ഥാപിക്കുക എന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനേ ചൈനയ്ക്ക് പറ്റൂല. അതുപോലെ തന്നെ റഷ്യ എല്ലാ തരത്തിലും സഹായിച്ചുകൊണ്ടിരിക്കുന്ന, ആയുധം കൊടുത്തും രാഷ്ട്രീയമായും സഹായിക്കുന്ന രാജ്യമാണ്. ഇവർക്കും ഇറാനുമായിട്ട് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. അപ്പോൾ ഈ 2 രാജ്യങ്ങളും സ്വാഭാവികമായിട്ടും ഇറാൻ പ്രതിസന്ധിയിൽ ഏർപ്പെടുമ്പോൾ സഹായിക്കേണ്ട ബാധ്യത, ധാർമ്മികവും രാഷ്ട്രീയവും തന്ത്രപരവുമായ ബാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ ഇടപെടാനുള്ള സാധ്യതയുണ്ട്. പൂർണ്ണമായും അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ നിയന്ത്രണത്തിലേക്ക് ഈ രാജ്യം വരുന്ന തരത്തിൽ അത് വരില്ല എന്നുള്ളത് വേറൊരു കാര്യം. അതുപോലെ വരുന്നൊരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നോക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതിന് അവസരമുണ്ടാകുന്ന ഘട്ടത്തിൽ അത് ഉണ്ടായേക്കാം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഞാൻ ഒരു ഇന്ത്യയുടെ കാര്യം കൂടെ എനിക്കൊന്ന് പറഞ്ഞു പോകണം. നമുക്കറിയാം ഇന്ത്യക്ക് വളരെയധികം തന്ത്രപ്രധാനമായ പ്രദേശമാണ്. നമുക്കറിയാം ഈ IMCC, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ ഇക്കണോമിക് കോറിഡോർ എന്ന് പറയുന്നത് നമ്മുടെ G7 സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ വളരെ പ്രധാനപ്പെട്ട കരാറാണത്. അപ്പോൾ ആ കരാറ് നമുക്ക് നടപ്പിലാകണമെങ്കിൽ ഈ പ്രദേശത്ത് സമാധാനമാണ്. അതുപോലെ തന്നെ I2U2, ഇന്ത്യ, ഇസ്രായേൽ, പിന്നെ USA, UAE എന്ന് പറയുന്ന 4 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എന്താണ് തന്ത്രപരമായ ഒരു കൂട്ടായ്മ. അതിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ നമുക്ക് അവിടെ വേണം. അതുപോലെ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് നമുക്കറിയാം, നമ്മളുടെ 90 ലക്ഷം ഇന്ത്യക്കാർ ഈ പ്രദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രദേശത്ത് എന്തെങ്കിലും അസ്ഥിരതയുണ്ടായാൽ സ്വാഭാവികമായിട്ട് $40 ബില്യൺ ഓരോ വർഷവും ഈ ആളുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സാമ്പത്തികതയിൽ പ്രതിസന്ധിയിലാവും. നമ്മുടെ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അതിൽ ഇറക്കുമതി ചെയ്യുന്ന ഖത്തറിൽ നിന്ന് ഏതാണ്ട് 40% ഈ ഗ്യാസ് മാത്രം ഈ ഹോർമുസ് കടലിടുക്ക് വഴി വരുന്നുണ്ട്, എണ്ണ അതുവഴി വരുന്നുണ്ട്. അപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യ വളരെ രീതിയിൽ ബാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രായേലിൻ്റെയും ഇറാൻ്റെയും വളരെ വലിയ സുഹൃത്തായ ഇന്ത്യ മൗനം പാലിക്കാതെ വളരെ സജീവമായി, പ്രോആക്റ്റീവായി, വാസ്തവത്തിൽ അതായത് ഇത് യുദ്ധത്തിന്റെ കാലമല്ല എന്ന് പറഞ്ഞിരിക്കുകയല്ല വേണ്ടത്, മറിച്ച് പ്രോആക്റ്റീവായിട്ട് ഈ 2 കൂട്ടരെയും ഇടപെടാതിരിക്കാൻ കഴിയില്ല സാർ. അത് ഇറാൻ നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തായതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ചബഹാർ തുറമുഖമടക്കം, നമ്മുടെ സാമ്പത്തിക താല്പര്യമടക്കം, നമ്മുടെ ഏറ്റവും 5ാമത്തെ വലിയ ട്രേഡ് പാർട്ണർ ആണ് എന്നുള്ളതടക്കം, നമ്മുടെ സാധനങ്ങൾ വലിയ തോതിൽ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നു എന്നുള്ളതടക്കം പോട്ടെ, ഏറ്റവും ഒടുവിൽ ഇറാന്റെ വ്യോമപാത തുറന്നു തന്നിരിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമാണ്, നമ്മുടെ വിദ്യാർത്ഥികളെ കൊണ്ട് കൊണ്ടുവരാൻ. അത് സ്നേഹത്തിന്റെ ടോക്കണാണല്ലോ. ഇന്ത്യക്ക് ഇടപെടാതിരിക്കാൻ കഴിയില്ല. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഷാവപ്രസാദ്, ഈ കേണൽ വിൽക്കിൻസൺ ഇന്നലെ രാത്രിയാണ് ഇസ്രായേൽ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്ര ഗവേഷണ സ്ഥാപനം വെയ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്ട് പൂർണ്ണമായി തകർക്കപ്പെട്ടു. റീബിൽഡ് ചെയ്യണമെങ്കിൽ $മില്യൺ കണക്കിന് വേണമെന്ന് പോട്ടെ. ഇസ്രായേൽ ലൈഫ് സയൻസ് മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗവേഷണങ്ങൾ ആവിയായി. നേരത്തെ നമ്മൾ കാണിക്കാൻ ശ്രമിച്ച വിൽക്കിൻസൺ പറയുന്നത്, ഇറാന്റെ ആയുധ കപ്പാസിറ്റി മനസ്സിലാക്കുന്നതിൽ മൊസാദിനും CIA-ക്കും പിഴവ് പറ്റിയെന്നാണ്. ഇറാനുമായി മുട്ടാനിറങ്ങുമ്പോൾ അങ്ങനെ ഒരു ഗുരുതരമായ പിഴവ് ഇസ്രായേലിന് സംഭവിച്ചോ ശ്രീ ഷാബു പ്രസാദ്? എനിക്കങ്ങനെ തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം ഒന്ന് നോക്കൂ, ഈ ഇറാൻ്റെ അകത്ത് എത്ര ശക്തമായ ഒരു നെറ്റ്വർക്കാണ് ഇസ്രായേൽ ഉണ്ടാക്കിയത്. അതൊരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊന്നും ഉണ്ടാക്കിയതൊന്നും അല്ല. അത് ശരിക്കും വർഷങ്ങൾ നീണ്ടു നിന്ന പ്രയത്നത്തിനൊടുവിലാണ് ആ ഇറാൻ്റെ ഉള്ളിൽ വളരെ വലിയൊരു നെറ്റ്വർക്ക് അവരുണ്ടാക്കിയത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് സംവിധാനവും ഇൻ്റലിജൻസ് ഇൻഫർമേഷൻസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരിതിനിറങ്ങിത്തിരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇറാൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഇസ്രായേലിനെ അപേക്ഷിച്ച് എയർഫോഴ്സിൻ്റെ അകത്ത് മാത്രമാണ് ഇസ്രായേലിന് ഇത്തിരി മേൽക്കൈ ഉള്ളത്. ബാക്കി എല്ലാ കാര്യത്തിലും, ഇപ്പോൾ ആർമിയുടെ കാര്യത്തിലായാലും നേവൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ വളരെ ശക്തമായ നേവൽ ഫോഴ്സാണ്. 25 സബ്മറൈൻ ഉണ്ട് അവർക്ക്. ഇന്ത്യക്കുള്ളത് 18 കേട്ടോ. അങ്ങനെ വളരെ ശക്തമായ ഒരു മിലിറ്ററി പവർ തന്നെയാണ് ഇസ്രായേലിനെ അപേക്ഷിച്ച് ഇറാൻ എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ് അവർ ഈ പണിക്കിറങ്ങിയിരിക്കുന്നത്. പിന്നെ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുമ്പോൾ, ഒരു യുദ്ധം നടക്കുമ്പോൾ തീർച്ചയായും തിരിച്ചടിയും പ്രതീക്ഷിക്കും. തിരിച്ചടിക്ക് അതിനുള്ള തയ്യാറെടുപ്പുകൾ അവർ നടത്താതിരിക്കില്ല. ഈ അയൺ ഡോം എന്ന് പറയുന്നതോ ഇനി ലോകത്തിലെ ഏത് എയർ ഡിഫൻസ് സിസ്റ്റം ആയിക്കോട്ടെ,
അത് ഹാഷ്മി പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും പറയുന്നത് 100% ഫുൾ പ്രൂഫ് അല്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഷാഹു പ്രസാദ്. താങ്കൾ ഈ അവിടെ ഒന്നും ഇസ്രായേൽ ഒന്നും സംഭവിച്ചില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കല്ലേ? വരുന്ന ദൃശ്യങ്ങൾ അത്രയും, ഇസ്രായേലിൽ നിന്ന് വരുന്ന പ്രതികരണം അത്രയും, ടൈംസ് ഓഫ് ഇസ്രായേൽ, ഹാരറ്റ്സ് പോലുള്ള പത്രങ്ങൾ അത്രയും പറയുന്നത്. ഞാനതാ പറഞ്ഞത്, ഈ വെയ്സ്മാൻ ഗവേഷണ സ്ഥാപനം എന്ന് പറഞ്ഞ ഇസ്രായേലിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ജുവൽ ഓഫ് സയൻസ് എന്നറിയപ്പെടുന്ന ഗവേഷണ സ്ഥാപനമാണ്. അത് മാത്രമാണോ മൊസാദിന്റെ ആസ്ഥാനങ്ങളിലൊന്ന് ഈ പറയുന്ന IDF-ന്റെ ഹെഡ്ക്വാർട്ടേഴ്സിനടുത്ത് ടെല്ലവീവിൽ പലയിടത്തും, ഹൈഫയിൽ പലയിടത്തും ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് അയൺ ഡോം എന്നൊക്കെ പറയുന്ന സാധനത്തെ ഇറാൻ കോമഡിയായി കളഞ്ഞു ശ്രീ ഷാഹു പ്രസാദ്? ഹാഷ്മി, ഏതാണ്ട് 3000-ൽ പരം മിസൈലുകളാണ് ഇറാൻ അവിടേക്ക് അയച്ചത്. അതിൻ്റെ ഒരു 10% വീഴും. അതായത് അയൺ ഡോമിൻ്റെ ഏത് ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ പെൻറ്റഗണിലേക്ക് വിമാനം ഇടിച്ചിറക്കിയ ലോകമാണിത്. ആലോചിച്ച് നോക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ ഹൈ സെക്യൂരിറ്റി സോണാണ് പെൻറ്റഗൺ. അവിടേക്ക് വിമാനം ഇടിച്ചിറക്കി. അതായത് ഒരു 10% പോസിബിലിറ്റി അവിടെ ഉണ്ട്. ഇപ്പം അയൺ ഡോമിനൊരു കപ്പാസിറ്റി ഉണ്ട്. അതിനു മുകളിൽ മഴ പെയ്യുന്നത് പോലെ മിസൈലുകൾ വന്നാൽ കുറേ അവിടെ വീഴുക തന്നെ ചെയ്യും. ആ മിസൈലുകൾക്ക് ഓരോ മിസൈലിനും കൃത്യമായ ലക്ഷ്യമുണ്ട്. വെറുതെ കല്ലെടുത്തെറിയുന്ന മാതിരിയല്ല. അതിൻ്റെ അകത്ത് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന അതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും അനുസരിച്ച് അവിടെ ചെന്ന് വീഴുക തന്നെ ചെയ്യും. അത് ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ രാജ്യം മുഴുവനും ഷെൽട്ടറുകൾ പണിഞ്ഞിരിക്കുന്നത്. മിസൈലുകൾ വരുമ്പോൾ ആൾക്കാരോട് ഷെൽട്ടറിലേക്ക് പോകാൻ പറയുന്നത് ഇതറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. വിൽക്കിൻസന്റെ ആ ശബ്ദം ഒന്ന് കേൾക്കാവോ? ഇപ്പൊ നമ്മൾ ആധികാരികം പറയാൻ അറിയാവുന്ന വിൽക്കിൻസൺ ആയിരിക്കുമല്ലോ. അദ്ദേഹം എന്തായാലും നമ്മളെക്കാളൊക്കെ അറിവുള്ള ആളാണ്. അമേരിക്കൻ താല്പര്യം അനുസരിച്ച് സംസാരിക്കുന്ന ആളാണ്. എന്നാൽ കുറച്ച് റിയലിസ്റ്റിക്കായി സംസാരിക്കുന്ന ആളുമാണ്. പലരും അമേരിക്കയിൽ റിയലിസ്റ്റിക് സംസാരിക്കുന്നുണ്ട്. ഇസ്രായേൽ അവരുടെ നഷ്ടങ്ങൾ നഷ്ടം മറച്ചു വെക്കേണ്ടതില്ല എന്ന വാദങ്ങളൊക്കെ അവരുടെ പത്രങ്ങൾ തന്നെ ഉയരുന്നുണ്ട്. ഷാഹു പ്രസാദ്, കേണൽ വിൽക്കിൻസൺ എന്ന് പറയുന്ന അവരുടെ കോളിൻ പവലിന്റെ ഉപദേഷ്ടാവായിരുന്ന ആൾ പറയുന്നത് ഇറാന്റെ ആയുധ ആഴ്സണൽ ആവനാഴി തിരിച്ചറിയുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. ഷിഷാബു പറയട്ടെ, നമ്മുടെ കൺമുമ്പിൽ കാണുന്ന റിയാലിറ്റീസിനെ അല്ലേ ഹാഷ്മി വിലയിരുത്തേണ്ടത്. ഈ ഇറാൻ അവിടേക്ക് അയച്ച മിസൈലുകളിൽ പകുതിയെങ്കിലും അവിടെ വീണിരുന്നു എങ്കിൽ ഈ ഇസ്രായേൽ ഇന്നില്ല. കാര്യം അത്രമാത്രം ചെറിയൊരു ഭൂമിയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. 3000 മിസൈല് ഈ കേരളത്തിൻ്റെ പകുതി വലിപ്പമുള്ളൊരു സ്ഥലത്തേക്ക് അയച്ചിട്ട് ഇപ്പോൾ പറഞ്ഞ് ഇന്ന കെട്ടിടം തകർന്നു, ഇന്ന ആശുപത്രി തകർന്നു, IDF-ന്റെ ഒരു കെട്ടിടം തകർന്നു, 10-15 പേര് മരിച്ചു. ഇതാണ് വരുന്ന റിപ്പോർട്ട്. നമ്മുടെ മുമ്പിൽ കാണുന്ന റിയാലിറ്റി ഇതാണ്. എന്നാൽ നിങ്ങൾ തിരിച്ചു നോക്കൂ. ഇവിടെ കണക്കെടുപ്പല്ല എങ്കിലും നമ്മൾ മുമ്പിൽ കാണുന്ന റിയാലിറ്റി ഇറാന്റെ ടോപ്പ് ബ്രെയിൻസിനെ ഒന്നൊന്നായിട്ട് അവർ തീർക്കുകയാണ്. ടോപ്പ് ബ്രെയിൻസ്, ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥർ, ഉയർന്ന ശാസ്ത്രജ്ഞന്മാർ, അവരുടെ ബേസിക് അറ്റോമിക് ഇൻഫ്രാസ്ട്രക്ചറുകൾ. അമേരിക്ക തന്നെ പറയുന്നു ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളാണെങ്കിൽ കേവലം ആഴ്ചകൾ കൊണ്ട് തന്നെ അത് തിരിച്ചുപിടിക്കാൻ കഴിയാവുന്ന പരിക്കുകളെ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് അമേരിക്കയുടെ മുൻ പ്രതിരോധ വക്താക്കൾ പറഞ്ഞ വേണം കേൾപ്പിക്കാം. ഷാഹു പ്രസാദ്, ഒന്നാമത്തെ കാര്യം ഈ യുദ്ധത്തിനിറങ്ങുമ്പോൾ എന്താണ് ലക്ഷ്യം എന്ന് ഇസ്രായേലിന് അറിയില്ല. അങ്ങോട്ടേക്ക് പോയി ആണവ കേന്ദ്രങ്ങൾ തകർക്കാനാണെങ്കിൽ ഫൊർദോവയിൽ ആഴത്തിലിരിക്കുന്ന ഈ സാധനം തകർക്കണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ കയ്യിൽ ബോംബില്ല. അതിന് ബങ്കർ ബസ്റ്റർ വേണം. അമേരിക്ക കൊണ്ട് ഇടുവോ ബങ്കർ ബസ്റ്റർ? പുതിയ കാലത്ത് റഷ്യയും ചൈനയും നിൽക്കുമ്പോൾ ഈ പറയുന്ന പോലെ ഖമനയെ പോയി പെട്ടെന്ന് കൊല്ലാൻ പറ്റുമെന്നാണോ വിചാരിക്കുന്നത് ഷാഹു പ്രസാദ്? ഇറാൻ സൈനിക രാഷ്ട്രമാണ് ഷാഹു പ്രസാദ്, അല്ലാതെ ഈ പറഞ്ഞ പലസ്തീനെ പോലെ ഒരു സാധു രാഷ്ട്രമല്ല. ഹാഷ്മി ഞാൻ സംസാരിക്കട്ടെ. ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ 1948 മുതൽ ഇത്രയും കാലം ഇവിടെ ഒരുപാട് വളരെ പവർഫുള്ളായിട്ടുള്ള രാജ്യങ്ങളോട് പോരടിച്ച് നിന്ന രാജ്യമാണ് ഈ കൊച്ചു ഇസ്രായേൽ എന്ന് പറയുന്നത്. അവരങ്ങനെ വെറുതെ ചെന്ന ഒരു ഉണ്ടോണ്ടിരുന്ന നായർക്കുള്ളിൽ തോന്നിയ മാതിരി ഒന്നും ചെന്ന് ചാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഈ അറ്റോമിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് അറ്റോമിക് റിയാക്ടർ മാത്രമല്ല. അവരുടെ ഏതാണ്ട് 12,000-ലധികം സെൻട്രിഫ്യൂജുകൾ തീർന്നു. അവരുടെ അറ്റോമിക് പദ്ധതി, ന്യൂക്ലിയർ പദ്ധതിയെ ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 10-15 വർഷം പോകുന്ന അവസ്ഥ. ഷാഹു പ്രസാദ് ഇല്ലെന്നാ പറയുന്നത്. അമേരിക്കയുടെ മുൻ പ്രതിരോധ ഈ പറഞ്ഞ ഇറാനല്ല പറയുന്നേ. അവരുടെ ആണവശേഷി മൊത്തം ഇല്ലാതായെന്ന് ഷാഹു പ്രസാദിന്റെ കൂട്ടാളികളും മാത്രമേ പറയുന്നുള്ളൂ. മറ്റാരും പറയുന്നില്ല. പരിക്കുണ്ടാക്കിയിട്ടുണ്ട്. ആ പരിക്കുകൾ കേവലം ആഴ്ചകൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പരിക്കാണെന്ന് പറഞ്ഞ അമേരിക്കയുടെ മുൻ പ്രതിരോധ വക്താക്കളാണ്. അതിനൊക്കെ അറിയോ ഷാബുൻ? എനിക്കൊക്കെ ഹാഷ്മി ഒന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഹാഷ്മി ഇടപെടരുത്.
ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അത് ഇവിടെ ബാക്കിയുള്ളവർ സംസാരിച്ചല്ലോ. ഇതിപ്പോൾ ഞാനോ ഹാഷ്മിയിൽ ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാനാണ് ഈ മറുപടി പറയുന്നത്. ഞാൻ എനിക്ക് കിട്ടിയ ഇൻഫർമേഷനും ഞാൻ പഠിച്ചതും ഞാൻ വെച്ചാണ് ഞാൻ വിലയിരുത്തുന്നത്. ഹാഷ്മി വളരെ സെലക്റ്റീവായിട്ട് ഹാഷ്മിക്ക് ഇഷ്ടമുള്ളത് മാത്രം ഹാഷ്മി അവിടുന്ന് ഇവിടുന്ന് എടുത്ത് പറയുന്നു. പക്ഷെ നമ്മുടെ മുമ്പിൽ കാണുന്ന ഞാൻ പറയുന്നത് ടൈംസ് ഓഫ് ഇസ്രായേലും ഞാൻ പറയുന്ന ഹാരറ്റ്സും ഞാൻ പറയുന്ന അമേരിക്കയുടെ മുൻ പ്രതിരോധ വക്താക്കൾ സംസാരിക്കുന്നത് കേട്ടാണ് ഞാൻ പറയുന്നത്. ഷാബു പറയുന്നത് എവിടെ നിന്നാണെന്ന് പറയാം. ഹാഷ്മിയുടെ ഗസ്റ്റിനെ ഹാഷ്മി ഇൻസൾട്ട് ചെയ്യുക അങ്ങനെ പറയല്ലേ പ്ലീസ്. അല്ല എനിക്കത് തന്നെ പറയേണ്ടി വരും. ഞാനിവിടെ വലിഞ്ഞു കയറി വന്നതല്ല, ഹാഷ്മി വിളിച്ചിട്ട് വന്നതാണ്. ഇമോഷണൽ ആവല്ലേ, അത്രയെങ്കിലും മിനിമം അത്രേ ഉള്ളൂ. അപ്പം ഞാനിതാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് ഇതാണ്, ശരി, ഇത് അമേരിക്കയും ഈ ഇസ്രായേലും എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യങ്ങളാണ്. ആ ജനാധിപത്യ രാജ്യങ്ങളിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ഓരോരുത്തർക്കും പറയാനുള്ള അവകാശമുണ്ട്. അവർ പറയുന്ന ഇസ്രായേലിൽ പ്രതിഷേധം നടക്കുന്നുണ്ടല്ലോ പല കാര്യങ്ങളിലും, അതവിടെ നടക്കട്ടെ. അങ്ങനെ ഓരോരുത്തർ അവരവരുടേതായ നിരീക്ഷണങ്ങളും അവരവരുടെ നിലപാടുകളും പറയുന്നതിൻ്റെ അതൊന്നല്ല. നമ്മളിവിടെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മളീ പറയുന്നത്. അത് വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ ഇറാൻ അയച്ച മിസൈലുകൾ മുഴുവനും അവിടെ വീണ അയൺ ഡോം പരാജയമായിരുന്നുവെങ്കിൽ ഇസ്രയേൽ ഇന്ന് ഈ ഭൂമിക്ക് മുകളിൽ ഉണ്ടാവില്ല. അതേപോലെ തന്നെ തിരിച്ച് നമ്മുടെ മുമ്പിൽ കണ്ടതാണല്ലോ അവരുടെ സൈനിക നേതൃത്വങ്ങളെ മുഴുവനും ഏകദേശം ഇല്ലാതാക്കിയത്. ഇന്ന് കഴിഞ്ഞ ദിവസം അപ്പോയിന്റ് ചെയ്ത മിലിറ്ററി ചീഫിനെ പോലും അവർ തീർത്തത്. പിന്നെ എങ്ങനെയാണ് സാറേ അവിടുന്ന് മിസൈൽ മഴ പോലെ വരുന്ന ഇസ്രായേലിലോട്ട്? അവർ മിസൈൽ ചീഫിനെ തീർത്തു, സൈനികരെ മൊത്തം തീർത്തെങ്കിൽ മഴ പോലെ മിസൈൽ എങ്ങനെയാ വരുന്നേ? അല്ല, എങ്ങനെയാ ഈ പറയുന്ന ഡാൻസിങ് എന്നൊക്കെ പറയുന്ന എന്തോ പുതിയ സാധനം ഹൈപ്പർസോണിക് അടിച്ചോണ്ടിരിക്കുക? ഹാഷ്മി ഞാൻ പറയുന്നു, മര്യാദ കാണിക്കുക പ്ലീസ്. അല്ല, പിണങ്ങല്ല, എനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് ഈ മഴ പോലെ പെയ്യുന്ന മിസൈലൊക്കെ ആണെങ്കിൽ ഇത് എവിടെ പോയെന്നേ? അങ്ങനെ ഇസ്രായേൽ ഇപ്പോൾ ഉണ്ടാവേണ്ടതല്ല. ഹാഷ്മി, ഇറാന്റെ 100 വലിപ്പമേ ഉള്ളൂ. 100 80 80 ഇസ്രായേൽ ചേർത്ത് വെച്ചാലേ ഒരു ഇറാൻ ആവുകയുള്ളൂ. ആ ഇറാൻ മഴ പെയ്യുന്ന പോലെ ആയിരക്കണക്കിന് മിസൈലുകൾ പോയിട്ട് ഇപ്പോഴും ഈ ഇസ്രായേൽ അടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഈ മഴ പോലെ പെയ്യുന്ന മിസൈലുകൾ അവിടെ ഇവിടെയൊക്കെ ചിലത് വീഴുന്നുണ്ട്, ബാക്കി മുഴുവൻ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ അവിടെ നിന്ന് ലൈവായിട്ട് ഇതാ വരുന്ന മിസൈല് അതിപ്പോൾ പൊട്ടിക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉള്ളവരോട് സംസാരിച്ചു നോക്ക്, അവിടുത്തെ ജനങ്ങൾക്ക് ദൃശ്യങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വിഷ്വൽസാ പുറത്തു വരുന്നേ. മൊസാദിന്റെ ഒരു മെയിൻ ഫെസിലിറ്റി ഇല്ലെന്നേ അവിടെ ബങ്കറിലുള്ള മലയാളികൾക്ക് ഇങ്ങനെ അറിയാൻ കഴിയുക. ഷാബു പ്രസാദ്, ബങ്കറിലാത്തിരിക്കുന്ന മലയാളികൾക്ക് അറിയാൻ കഴിയുക. ഇവിടെ പാശ്ചാത്യ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ്. ഷാബു പ്രസാദെ, ഇസ്രായേൽ ആരാധനയിൽ ഇസ്രായേൽ ഒന്നും സംഭവിച്ചില്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കല്ലേ? സംഭവിക്കുന്നുണ്ട് അവിടെയും. ഇറാനിൽ സംഭവിക്കുന്നത് പോലെ തന്നെ ഇസ്രായേൽ സംഭവിക്കുന്നുണ്ട്. ഹാഷ്മി, ഞാൻ നിർത്തിയിട്ട് ഇറങ്ങി പോകും കേട്ടോ. ഇനി ഇടപെട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടി നിർത്തും. ആ ഒരു മിനിമം മര്യാദ കാണിക്കും. ഹാഷ്മി, അവിടെ ബങ്കറിലേക്ക് പോകുന്നത് അവർക്ക് മുന്നറിയിപ്പ് കിട്ടുമ്പോഴല്ല. 24 മണിക്കൂറും ഈ ഇയാളെ പോലെ ഖൊമേനിയെ പോലെ ബങ്കറിലിരിക്കുകയല്ല. അവർക്ക് അലാം കിട്ടുമ്പോൾ മാത്രം അവർ ബങ്കറിലേക്ക് പോകും. മിസൈലുകൾ വരുന്നതും മിസൈലുകൾ ആകാശത്ത് വെച്ച് തകരുന്നതും ഒക്കെ ഇങ്ങനെ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് കാണുന്ന പോലെ ആൾക്കാർ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പാശ്ചാത്യ മാധ്യമങ്ങളൊന്നുമില്ല, മലയാളികൾ റിപ്പോർട്ട് ചെയ്യുന്ന സാധനം ഈ ദൃശ്യങ്ങളൊക്കെ അങ്ങ് കാണാത്തതാണ്. ഞാൻ അങ്ങ് അയച്ചു തരാം. അങ്ങ് BBC കണ്ടാലും മതി. പിന്നെ അങ്ങ് 48 കാര്യം എപ്പോഴും പറയുന്നുണ്ടല്ലോ ശ്രീ ഷാബു പ്രസാദ്. അങ്ങ് 48 ഇസ്രായേൽ ഉണ്ടായ കാര്യം പറയുന്നുണ്ടല്ലോ. ഇസ്രായേൽ അധിനിവേശ രാഷ്ട്രമാണെന്ന് പറയുന്നവരെ മൊത്തം ഭീകരവാദികൾ അങ്ങ് പറയുന്നുണ്ടല്ലോ. അങ്ങ് ആ നിലപാട് ആവർത്തിക്കുന്നുണ്ടോ ശ്രീ ഷാബു പ്രസാദ്? എന്താ ഈ പറയുന്ന ഇസ്രായേൽ അവിടുന്ന് പോണം എന്ന് പറയുന്ന അറബ് രാഷ്ട്രങ്ങളെ അങ്ങ് ഭീകരവാദികൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ നിലപാട് അങ്ങേക്കുണ്ടോ ഇപ്പോ? ഇസ്രായേലിനും ജൂത സമൂഹത്തിനും ഈ ലോകത്ത് ഒരു രാഷ്ട്രമായി ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അങ്ങനെ ഒരു രാജ്യം ഈ ലോകത്ത് വേണ്ട, അവരെ നശിപ്പിച്ചു കളയും എന്ന് പറയുന്ന രാജ്യങ്ങളെ ഭീകര രാജ്യമെന്നും തെമ്മാടി രാജ്യങ്ങളെന്നും വിളിക്കാൻ എനിക്ക് ഒരു മടിയുമില്ല. അങ്ങനെ ഒരു രാജ്യം അവിടെ ഒന്ന് പോണം എന്ന് പറയുന്ന ആരെയും അങ്ങ് തെമ്മാടി എന്ന് വിളിക്കുവോ? ഏത് ഒരു രാജ്യത്തിന് ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമില്ല, ഒരു ജനതയ്ക്ക് ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമില്ല എന്ന് പറയുന്നവനെ വിളിക്കേണ്ട മിനിമം പേരാണ് തെമ്മാടി എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അറബ് ലോകത്തേക്ക് വന്നത് അധിനിവേശമായിട്ടാണ്. അധിനിവേശ ശക്തി അവിടെ ഒന്ന് പോകണം എന്ന് പറയുന്ന ആൾ തെമ്മാടിയാണോ ഷാബു? ഇസ്രായേൽ എങ്ങനെ അധിനിവേശം? അല്ല, എന്റെ ചോദ്യം നേർക്കുന്ന ചോദ്യമാണ്.
അങ്ങനെയെങ്കിൽ നമുക്ക് 1948-ലെ എന്റെ ചോദ്യം നേർക്കുന്ന ചോദ്യമാണ്. അന്താരാഷ്ട്ര തലത്തിലുണ്ടായ പാലസ്തീൻ ഇസ്രായേൽ കരാർ പ്രകാരം എന്റെ ചോദ്യം നേർക്കുന്ന ചോദ്യമാണ് ഷാബു പ്രസാദ്. ഇതിലുണ്ടായ രാജ്യമാണത്. എന്റെ ചോദ്യം നേർക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് അറബ് രാജ്യത്ത് അധിനിവേശ ശക്തിയായി വന്ന ഇസ്രായേൽ അവിടെ നിന്ന് ഇറങ്ങി പോകണം എന്ന് പറയുന്ന ഒരാൾ തെമ്മാടിയാണോ? ഈ ലോകത്തെ നിയമപരമായി അംഗീകരിക്കപ്പെട്ട നൂറുകണക്കിന് രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ. ആ രാജ്യം ഇവിടെ വേണ്ട എന്ന് പറയുന്നവൻ തെമ്മാടിയാണ്. ഒറ്റ മിനിറ്റ്, എന്നാൽ ഒരു പ്രതികരണം കേൾക്കാവോ? आदरणीय मोरारजी भाई इस स्थिति को स्पष्ट कर चुके हैं। गलतफहमी को दूर करने के लिए मैं कहना चाहता हूं कि हम हर एक प्रश्न को गुण और अवगुण के आधार पर देखेंगे, लेकिन मध्य पूर्व के बारे में यह स्थिति साफ है कि अरबों की जिस जमीन पर इजराइल कब्जा करके बैठा है वो जमीन उसको खाली करना होगी। आक्रमणकारी आक्रमण के फलों का उपभोग करे, ये हमें अपने संबंध में स्वीकार नहीं है। तो जो नियम हम पर लागू है वो औरों पर भी लागू होगा। अरबों की जमीन खाली होना चाहिए। जो फिलिस्तीन है, उनके फिलिस्तीनी हैं, उनके उचित अधिकारों की प्रस्थापना होना चाहिए। ഷാബു പ്രസാദ്, അത് വീഡിയോ ഒന്നുമല്ല, പ്രസാർ ഭാരതിയുടെ ആർക്കൈവ്സിൽ കിടപ്പുണ്ട്. അങ്ങയുടെ നേതാവ് പറയുന്നത് എന്താണ്? അറബ് ലാൻഡിൽ അധിനിവേശം നടത്തി ഇസ്രായേൽ അവിടെ നിന്ന് വിട്ടുപോകണം. എന്താണ്? അറബ് ദേശത്ത് അധിനിവേശം നടത്തി ഇസ്രായേൽ അവിടെ നിന്ന് വിട്ടുപോകണം. ആക്രമൺ കെ ഫലോം കാ ഉപഭോഗ് കരേം യേ അപ്നെ സംബന്ധ് ഹേ ഹമേ സ്വീകാർ നഹി ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? അധിനിവേശ ശക്തി അധിനിവേശത്തിന്റെ ഫലം അനുഭവിക്കും, നമുക്ക് സ്വീകാര്യമല്ല. അതുകൊണ്ട് വലിഞ്ഞു കയറിയെത്തിയ ഇസ്രായേൽ അവിടെ വിട്ടു പോവുകയും പലസ്തീന് പൂർണ്ണ രാഷ്ട്രീയാധികാരം നൽകലാണ് മേഖലയുടെ സ്ഥിരം സമാധാനത്തിന് ആവശ്യം എന്ന് പറയുന്നത് താങ്കൾ പറയുന്നത് പോലെ തെമ്മാടിയാണെങ്കിൽ തെമ്മാടിയാണ്. അല്ല, നിങ്ങൾ കാര്യങ്ങളെ വളച്ചൊടിക്കരുത്. താങ്കളാ പറഞ്ഞത്. താങ്കൾ ഇപ്പൊ പറഞ്ഞു നാക്ക് വായിക്കാതെ ഇട്ടതേ ഉള്ളൂ, അങ്ങനെ പറയുന്നവർ തെമ്മാടിയാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ നേതാവ് തെമ്മാടിയാണോ? ഹാഷ്മി, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു എൻ്റെ അടുത്ത് ഇങ്ങനെ ഇടപെടരുതെന്ന്. ഒരു കാര്യം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഹാഷ്മി ഈ പറയുന്ന പോലെ മഴ പെയ്യുന്ന മാതിരി വർത്തമാനം പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പറയുന്നത് കേൾക്ക്. ഇന്ത്യയുടെ പാലസ്തീൻ നയമാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. പാലസ്തീൻ ഒരു രാഷ്ട്രമായി നിലനിൽക്കാനുള്ള അവകാശമുണ്ട്. അവിടെ ഇസ്രായേലിൻ്റെ അധിനിവേശം അവിടെ ഇസ്രായേൽ അധിനിവേശിക്കാൻ പാടില്ല. അവർക്ക് രാഷ്ട്രമായി നിലനിൽക്കാൻ അവകാശമുണ്ട്. ഇസ്രായേൽ അതിൽ നിന്ന് പിൻവാങ്ങണം. അത് അന്നും ഇന്നും ഇന്ത്യയുടെ നയമാണ്, പാലസ്തീനോടുള്ള നയം. അല്ലാതെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന്, പറയുന്നത് കേൾക്കൂ, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന് നിലനിൽക്കാൻ ഈ ലോകത്ത് അവകാശമില്ല. ഈ ലോകത്ത് നിലനിൽക്കാൻ അവകാശമില്ല എന്ന നയം ഇന്ത്യയുടേതല്ല. 1948 ഉണ്ടായ ഇസ്രായേലിനെ 1953 ഇന്ത്യ അംഗീകരിച്ച ഒരു രാഷ്ട്രമായിട്ട്. ഷാബു പ്രസാദ്, അറബ് ദേശത്തേക്ക് അധിനിവേശം നടത്തിയെത്തിയ രാഷ്ട്രം അവിടെ കാലിക്കർ പൊക്കോണം, അവിടുന്ന് പൊക്കോണം, അവിടുന്ന് പൊക്കോണം എന്ന് പറയുന്ന ആരാ പറയുന്നത്? RSS നേതാവായിരുന്നു, 16 വയസ്സ് മുതൽ RSS നേതാവായിരുന്നു, നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആണ്. ഞാൻ താങ്കളോട് നേരത്തെ ചോദിച്ചു, ഒരു വളച്ചൊടിക്കലുമില്ല. അടൽ ബിഹാരി വാജ്പേയി മുൻ പ്രധാനമന്ത്രിയാണോ? അത് വളച്ചൊടിക്കലാണോ? 16 വയസ്സ് മുതൽ RSS നേതാവാണോ? അത് വളച്ചൊടിക്കലാണോ? ആണോ? അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞത് അധിനിവേശ ശക്തിയായ ഇസ്രായേൽ ആ മണ്ണിൽ നിറങ്ങി പോകണം എന്ന് പറഞ്ഞതാണ്. താങ്കൾ പെട്ടു ഷാബു പ്രസാദ്. ഇനിയിപ്പോ എവിടെയും പോയി തെമ്മാടി ഡയലോഗ് പറയരുത്. ഇനി എവിടെയും പോയി തെമ്മാടി ഡയലോഗ് പറയരുത്. അങ്ങയുടെ നേതാവ് പറഞ്ഞതാണ് അധിനിവേശ ശക്തിയായ ഇസ്രായേൽ അവിടെ നിറങ്ങി പോകണമെന്ന് പറഞ്ഞ അങ്ങയുടെ നേതാവാണ്. ഷാബു പ്രസാദ്, അങ്ങയുടെ നേതാവ് പറഞ്ഞതാണ് അറബ് രാജ്യത്തേക്ക് വലിഞ്ഞു കയറി വന്ന അധിനിവേശ ശക്തിയായ ഇസ്രായേൽ ആ മണ്ണിൽ നിറങ്ങിപ്പോവലാണ് മേഖലയുടെ പ്രധാന സമാധാനത്തിന് നല്ലതെന്ന് പറഞ്ഞ അങ്ങയുടെ നേതാവാണ്. ഒന്നുകൂടെ കേൾപ്പിക്കണോ? ഷാബു? ഒന്നുകൂടെ കേൾപ്പിക്കണോ ഷാബു? ഒന്നുകൂടെ പ്ലേയോ? ഒറ്റത്തന്നെ പ്ലേയോ? കേൾക്കൂ സാറേ. गलतफहमी को दूर करने के लिए मैं कहना चाहता हूं ഒന്നുകൂടെ കേൾക്കൂ. कि हम हर एक प्रश्न को गुण और अवगुण के आधार पर देखेंगे, കേൾക്കൂ സാറേ. लेकिन मध्य पूर्व के बारे में यह स्थिति साफ है कि अरबों की जिस जमीन पर इजराइल कब्जा करके बैठा है वो जमीन उसको खाली करना होगी। आक्रमणकारी आक्रमण के फलों का उपभोग करे,
ये हमें अपने संबंध में स्वीकार नहीं है तो जो नियम हम पर लागू है वो औरों पर भी लागू होगा। अरबों की जमीन खाली होना चाहिए। जो फिलिस्तीन है उनके फिलिस्तीनी हैं, उनके उचित अधिकारों की प्रस्थापना होना चाहिए। ഒരു വളച്ചൊടിക്കൽ ആരും നടത്തിയിട്ടില്ല. വാജ്പേയി പറഞ്ഞു അങ്ങനെ കേൾപ്പിക്കുകയാണ് അങ്ങേ. പലസ്തീൻ പലസ്തീൻ്റെതാണ്, അവിടെ നിന്ന് ഇസ്രായേൽ ഇറങ്ങി പോകുന്നതാണ് ആ മേഖലയുടെ സമാധാനത്തിന്. ഒരു ഭീകരവാദിയും പറഞ്ഞല്ല, ഒരു തീവ്രവാദിയും പറഞ്ഞല്ല. അങ്ങയുടെ നേതാവ് RSS അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞ. ഇനി ഹാഷ്മി മിണ്ടാതിരിക്കെ, ഇനി ഞാൻ പറയട്ടെ, ഇനി ഹാഷ്മി ഉണ്ടായിരിക്കും. 48-ൽ പാലസ്തീനായിട്ടും ഇസ്രായേലുമായിട്ടും രണ്ടായിട്ട് വിഭജിച്ചതാണ് ആ മധ്യപൂർവേഷ്യയെ. ആ പാലസ്തീൻ ദേശത്തിന് പിന്തുണയായിട്ട് ആയിരക്കണക്കിന് ഈ സൈന്യവും ചുറ്റും കിടക്കുന്ന അറബ് രാജ്യങ്ങളും ഇസ്രായേലിനെ ആക്രമിച്ചു. അതൊക്കെ മറ്റൊരു കാര്യം ഷാബു. ഞാൻ ചോദിച്ചത് അടൽ ബിഹാരി വാജ്പേയിയുടെ കാര്യം മാത്രമേ ഞാൻ താങ്കളോട് പറഞ്ഞുള്ളൂ. ബാക്കി ചരിത്രം പിന്നെ പറയാം. ഇല്ല, ബാക്കി ചരിത്രം നമ്മൾ ഒരുപാട് പറഞ്ഞ ഇല്ല പറയണ്ട. നമ്മൾ ബാക്കി ചരിത്രം ഒരുപാട് പറഞ്ഞു. നമ്മൾ പറയണം. അത് കഴിഞ്ഞ ആ യുദ്ധത്തിൽ ഈ പാലസ്തീന്റെ കുറെ ഭാഗങ്ങൾ, കുറെ അധികം ഭൂമി ഇസ്രായേൽ പിടിച്ചെടുത്തു. ആ പിടിച്ചെടുത്ത ഭൂമിയിൽ നിന്ന് ഇസ്രായേൽ ഒഴിയണം എന്നൊന്നും അല്ല പറയുന്നത്. എന്നൊന്നും അല്ല പറയുന്നത്. വാജ്പേയി പറഞ്ഞത് അന്നൊന്നും അല്ല പറയുന്നത്. ഒന്നുമല്ല. വേണ്ട, ഒന്നുകൂടെ കേൾപ്പിക്കാം. ഞാൻ വേണ്ട ഒന്നുകൂടെ പറയാം. അതായത് അധിനിവേശ ശക്തി, അധിനിവേശത്തിന്റെ ഫലം അനുഭവിക്കും നമുക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞത് താങ്കൾ പറയുന്ന ഒരു തെമ്മാടിയുമല്ല, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ. ഉരുളണ്ട ഷാബു, ഇടവേളയ്ക്ക് അവിടെ ക്ഷമിക്കണം. ഉരുളണ്ട. ഒന്നുകൂടെ കേൾപ്പിക്കണം. വേണം കേൾപ്പിക്കാം. ഞാൻ അയച്ചു തരാം. അറബ് ഭൂമിയിൽ അധിനിവേശം നടത്തി ഇസ്രായേൽ ഒഴിഞ്ഞു പോകണമെന്നാ വാജ്പേയി പറയുന്നത്. ഞാൻ വേണം ഒന്നുകൂടെ കേൾപ്പിച്ചു തരാം. പോട്ടെ. ഉരുളണ്ട. ഇനിയിപ്പോ തെമ്മാണ്ടല്ലോ അടിക്കാതിരുന്നാൽ മതി. ജേക്കബ് തരകൻ, ഇവിടെ ഏത് യുദ്ധത്തിനും ഈ പറഞ്ഞ നേരത്തെ ഡിന്നി എനിക്ക് സംസാരിക്കാനുള്ളത് കേൾക്കാതെ മറ്റൊരിലേക്ക് പോകാൻ പറ്റില്ല ഹാഷ്മി. സമയം തരും. അങ്ങേക്ക് സമയം തരും സാർ. നമ്മൾ എത്ര സമയം സംസാരിച്ചേ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞാലോ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവോ? എന്നോട് നിങ്ങൾ മര്യാദ കാണിച്ചിട്ടില്ല. സമയം തരാന്നേ. എന്നോട് കാണിക്കാത്ത മര്യാദ നിങ്ങൾ തിരിച്ചും. ഇല്ല, നമുക്ക് അതിൽ മാത്രം നിൽക്കാൻ പറ്റില്ല. നമുക്ക് സമയം തരാം. സമയം തരാം. ഇല്ല, ഇപ്പൊ എനിക്ക് സംസാരിക്കണം. അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. അങ്ങനെ വാശി പിടിച്ചാലോ ഷാബു? അത് വാശി പിടിക്കണം. കാരണം വേണ്ട, അതിന്റെ കാര്യമില്ല. അതിന്റെ കാര്യമില്ല. അങ്ങനെ ഇല്ല. അങ്ങനെ വരട്ടല്ലേ. അയ്യോ, അങ്ങനെ വരട്ടല്ലേ ഷാബു പ്രസാദ്. ദയവേത് അങ്ങനെ വരട്ടല്ലേ പ്ലീസ്. അങ്ങേക്ക് സമയം തരും. ഇല്ലെങ്കിൽ ചർച്ച അലമ്പാകും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇവിടെ ഇറക്കി വിടേണ്ടി വരും, എല്ലാം മ്യൂട്ട് ചെയ്യേണ്ടി വരും. എനിക്ക് സംസാരിച്ചേ പറ്റൂ. അല്ല, താങ്കൾ ഇതിൽ ബഹളം വെക്കേണ്ട കാര്യം എന്താണ്? താങ്കളുടെ ഒരു വാദമുഖം പൊളിഞ്ഞു ശരി എന്ന് പറഞ്ഞ് താങ്കൾ ഇങ്ങനെ അലമ്പാക്കണോ? ചെറിയ കുട്ടികളെ പോലെ ഇങ്ങനെ അലമ്പാവണോ? നമ്മുടെ കൂട്ടിരിക്കുന്ന ഒരാൾ മേജറാണ്, ഒരാൾ കേണലാണ്, ഒരാൾ ഒരു ഉന്നത അധ്യാപകനാണ്. താങ്കൾ ഇങ്ങനെ വന്ന് ഇതിനിടയ്ക്ക് അലമ്പുണ്ടാക്കില്ല. മറ്റുള്ളവരോട് കാണിച്ച മര്യാദ നിങ്ങൾ എന്നോട് കാണിച്ചിട്ടില്ല. അത് നിങ്ങൾ കാണിച്ചേ പറ്റൂ. എനിക്ക് സംസാരിച്ചേ പറ്റൂ. അത് നിങ്ങൾ കേട്ടേ പറ്റൂ. താങ്കൾക്ക് സമയം തരും. ഞാൻ ഇടപെടും. താങ്കൾക്ക് അടുത്ത റൗണ്ടിൽ സമയം തരും. വേണ്ട, ഇപ്പൊ അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. അടുത്ത സമയം എനിക്ക് വേണ്ട. താങ്കൾക്ക് അടുത്ത റൗണ്ടിൽ സമയം തരും ഷാഹു പ്രസാദ്. വെറുതെ തർക്കിച്ച് അലമ്പുണ്ടാക്കരുത്. ദയവേത് ഷാഹു പ്രസാദിന് ഓടിയ മുട്ടാക്കാവോ? വേണ്ടെന്ന്. അതിന് വഴങ്ങാൻ ഞാൻ തയ്യാറല്ല. ശ്രീ ജേക്കബ് തരകൻ, എൻ്റെ ചോദ്യം, ഇവിടെ ഒരു മിലിറ്ററി എയിം ഉണ്ട്. ആ മിലിറ്ററി എയിം എന്ന് പറയുന്നത് ഏത് യുദ്ധത്തിൻ്റെയും പ്രധാനമാണ്. ഇവിടെ അമേരിക്ക ഇന്റലിജൻസ് ഡയറക്ടർ പറയുന്നു ഇറാൻ ആണവായുധമില്ല. IAEA DG റാഫേൽ മറിയാനോ ഗ്രോസി പറയുന്നു ആണവായുധമുണ്ടോന്നതിന് തെളിവില്ല. ആണവായുധം എന്ന് പറയുന്നതാണ് ഇസ്രായേലും അമേരിക്കയും. ഇനി അങ്ങനെ ആണവായുധത്തിനടുത്ത് സമ്പുഷ്ടീകരണം എത്തിയെങ്കിൽ ഇസ്രായേൽ ഇപ്പോൾ നടത്തിയ ആക്രമണങ്ങൾ അങ്ങനെ ഭീകര ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കിയില്ലെങ്കിലും കേവല മാസങ്ങൾ മതി ആണവായുധം വികസിക്കുമെന്ന് പറയുന്നത് അമേരിക്കയുടെ തന്നെ മുൻ പ്രതിരോധ ഉദ്യോഗസ്ഥരാണ്. അത് ഇസ്രായേലും അറിയാത്തതല്ല. അപ്പോൾ ലക്ഷ്യം ന്യൂക്കാണോ, അല്ലെങ്കിൽ ഈ ആണവ മേഖലയാണോ ലക്ഷ്യം, അതോ ഇറാൻ തന്നെയാണോ ലക്ഷ്യം? ശ്രീ ജേക്കബ് തരകൻ. ഹാഷ്മി, വളരെ ക്ലിയർ ആണ്, ഒരു സംശയവുമില്ല. അവർ പറയുന്നത് ന്യൂക്ലിയർ അവരുടെ കേപ്പബിലിറ്റിയെ ഡിസേബിൾ ചെയ്യണമെന്നാണെങ്കിലും എല്ലാ ഇൻഡിപെൻഡന്റ് ഏജൻസിയും ഇന്ന് വരെ പറഞ്ഞിട്ടുള്ളത് ഇറാൻ ഇസ് ഫാർ അവേ ഫ്രം ന്യൂക്ലിയർ വെപ്പൺ എന്നാണ്. അതായത് 1992 മുതൽ തന്നെ നെത്തന്യാഹു തുടങ്ങിയതാണ്. അന്ന് 3 to 5 years ആയിരുന്നു. പിന്നെ അത് 2 to 3 years ആയി. പിന്നെ അത് ഫ്യൂ മന്ത്സ് ആയി. ഇത് നെത്തന്യാഹു വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത്, എൻ്റെ നിഗമനം, ഈ അമേരിക്കയും ഇറാനും തമ്മിൽ ഉള്ള ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ആണവ കരാറിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു സംഭവമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. 1. 2, റെജീം ചേഞ്ച് എന്ന് പറയുന്നത്
അതിൻ്റെ പുറകിൽ നമ്മൾ നോക്കിയ ഇറാഖിലും നടന്നു, ലിബിയയിലും നടന്നു. അതിൻ്റെ പുറകിലൊരു സംഭവം ഡി ഡോളറൈസേഷൻ, അതായത് ഡോളർ വിനിമയം ഇല്ലാതാക്കുന്ന രാജ്യങ്ങളായിരുന്നു. ഇറാഖ് സദാം ഹുസൈൻ അങ്ങനെ ചെയ്തു, ഗദ്ദാഫിയും അത് ചെയ്തു. നമ്മൾ ഇഫ് യു ലുക്ക് അറ്റ് ദി ബിസിനസ്, ഇറാൻ ചൈന ബിസിനസ് മൊത്തവും 100%, 100% യുവാനിലാണ്, ഡോളറിലല്ല. അതുപോലെ തന്നെ റഷ്യയുമായിട്ടുള്ള ബിസിനസ്സും ഡോളറിലല്ല, റൂബിൾസിലാണ്. അത് ഒരു കാരണം ആരും പറയുകയോ അതിനെപ്പറ്റി അതിനോട് ചൂണ്ടുകയോ ചെയ്തിട്ടില്ല. എൻ്റെ ചിന്താഗതിയിൽ അല്ലെങ്കിൽ എൻ്റെ വിശകലനത്തിൽ അത് വലിയ ഒരു കാരണമാണ്. അമേരിക്കൻ ഡോളറിൻ്റെ അവിടുന്ന് മാറുന്നത് അമേരിക്കയ്ക്ക് സാധിക്കാൻ ഒക്കത്തില്ല. ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ ബിസിനസ്സാണ് ഇപ്പം യുവാനിൽ നടക്കുന്നത്. ബാക്കി ഇനിയിപ്പോൾ ഇസ്രായേൽ എത്ര ബോംബിട്ടെന്ന് പറഞ്ഞാലും അവിടുത്തെ ടോപ്പ് ആൾക്കാരെ കൊന്നെന്ന് പറഞ്ഞാലും ന്യൂക്ലിയർ നോളജ് അത് ഡോക്യുമെന്റഡ് ആണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ, ഒരാഴ്ച 2 ആഴ്ച 1 മാസം കഴിയുമ്പോൾ പിന്നെ അത് ഡെവലപ്പ് ചെയ്യും. അത് ഇപ്പോൾ ഇറാൻ പറയുന്നുണ്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന്. പക്ഷെ അത് നടന്നില്ലെങ്കിൽ പിന്നെ NPT ഒരു ഭാഗമല്ല, അത് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാം. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ചൈനയ്ക്കും റഷ്യയ്ക്കും ഇറാനിൽ വളരെയധികം സ്റ്റേക്സ് ഉണ്ട്. അവർക്കതിൽ നിന്ന് പല കാര്യങ്ങൾ സാധിക്കാനുണ്ട്. അത് അവർ ചുമ്മാതെ വിട്ടുകൊടുക്കും എന്ന് നമുക്ക് കാണാൻ ഒക്കത്തില്ല. പക്ഷേ ഇനി എങ്ങനെ മുമ്പോട്ട് പോകുന്നുള്ളത് വരും ദിവസങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, സിയസ്റ്റിൻ, ഇവിടെ ഇപ്പം നമ്മൾ 1-ാം ലോക മഹായുദ്ധം 2-ാം ലോക മഹായുദ്ധം കണ്ടു. 2-ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് ആരെങ്കിലും അഡോൾഫ് ഹിറ്റ്ലറെ കൊന്നുകളയുമെന്നോ വിൻസെൻ്റ് ചർച്ചിലിനെ കൊന്നുകളയുമെന്നോ അല്ലെങ്കിൽ നേതൃത്വം നൽകുന്ന ഏതെങ്കിലും രാഷ്ട്രത്തെ തലവനെ കൊന്നുകളെന്ന് നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പോൾ പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ നേതാവിനെ അസാസിൻ ചെയ്യും എന്ന് പറയുകയാണ്. അതെന്തുതരം യുദ്ധ റട്ടറിക്കാണ് ശ്രീ കേണൽ എസ് ഡിനി? ശ്രീ ഹാഷ്മി, അത് ഒരിക്കലും ഒരു പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആ ഒരു ലെവലിൽ ഓഫീസിൽ നിന്ന് നമ്മൾ ഇതുവരെ മുൻപ് ഒരിക്കലും കാണാത്ത അല്ലെങ്കിൽ കേൾക്കാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. തികച്ചും എന്താ പറഞ്ഞ ഒരു ഡിപ്ലോമസി എന്നുള്ള ഒരു ചെറിയ ലെവൽ പോലും ഇല്ലാതെ ഒരു വേറൊരു രാജ്യത്തിന്റെ ഒരു രാഷ്ട്ര തലവനെയും അതും ഒരു റിലീജിയസ് ആയിട്ടുള്ള ഹെഡിനെയും, അതിനിപ്പോ ആരായാലും ശരി, അത് ഇങ്ങനത്തെ ഒരു രീതിയിൽ അതൊരു പോസ്റ്റിൽ ഇടുന്നത് ഒട്ടും യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് റഷ്യൻ പ്രസിഡന്റിന്റെ അടുത്ത് തന്നെ ആ ചോദ്യം ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ അതിനെക്കുറിച്ച് കമന്റ് പോലും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് കറക്റ്റാണ്. നിങ്ങൾക്ക് 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമാവാം, നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അങ്ങനത്തെയൊക്കെ ചെയ്യാം. ഇനി കോവേർട്ടായിട്ട്, അതായത് മൊസാദും അല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്തുള്ള ഇന്റലിജൻസ് ഏജൻസീസ് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒക്കെ പല സ്റ്റേറ്റ് അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഒരു രാഷ്ട്ര തലവൻ വന്നിട്ട് നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് എനിക്കറിയാം, നിങ്ങളെ പിന്നിൽ ഞങ്ങളുണ്ട്, ആൻഡ് ഐ വിൽ കിൽ യു എന്നുള്ള രീതിയിലേക്കുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ വളരെ പിന്നെ ഡൊണാൾഡ് ട്രംപ് ആയതുകൊണ്ട് ശ്രീ ഹാഷ്മി അത് നമുക്ക് വലിയ അതിശയമൊന്നും വേണ്ട. കാരണം അദ്ദേഹം ഇപ്പം അമേരിക്കയുടെ തന്നെ പല പോളിസീസിനെയൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് നമുക്ക് അറിയാം. അപ്പം ഈ കാര്യത്തിൽ തന്നെ ഇറാന്റെ ഈ ഒരു യുദ്ധത്തിലേക്ക് അമേരിക്ക വരണോ വേണ്ടേന്ന് തന്നെ അമേരിക്ക ഉള്ളിൽ തന്നെ ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു ഡിവിഷൻ ഉണ്ട്. ഡൊണാൾഡ് ട്രംപിന് സപ്പോർട്ട് ചെയ്ത ആളുകൾ തന്നെ, അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ തന്നെ ഈ ഒരു ഇറാൻ യുദ്ധത്തിലേക്ക് അമേരിക്ക പോകണ്ട എന്നുള്ള നിലപാടെടുത്ത് ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് ഒരു എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടും എന്ന് അവർ വിചാരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഒരു രണ്ടാഴ്ച എന്ന് പറഞ്ഞാൽ, അത് എനിക്ക് അതിശയം തോന്നി. 2 ആഴ്ച എന്ന് പറയുന്നത് തന്നെ ഒരു യുദ്ധത്തിനെ സംബന്ധിച്ചിടത്തോളം നീണ്ട കാലം അതാണ്. അൺലെസ് ഇവർ അമേരിക്കയൊക്കെ പ്ലാൻ ചെയ്യാണ് ഇത് നീണ്ടു പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിലേക്കാണെങ്കിൽ 2 ആഴ്ച ചിലപ്പോൾ ചെറിയ സമയമായിരിക്കും. പക്ഷെ നെക്സ്റ്റ് 14 ഡേയ്സിലേക്ക് ഞാൻ ഒരു ഡിസിഷൻ എടുക്കാൻ പോകുന്നില്ല, ഞാൻ വരുമോ ഇല്ലേ എന്നുള്ള അർത്ഥം ഇസ്രായേൽ കണ്ടിന്യൂ ചെയ്യട്ടെ എന്നുള്ള രീതിയിലേക്കാണ്. പക്ഷെ ഒരു കാര്യം നമുക്ക് ഇറാനിന്റെ ഒരു കാര്യം കൂടെ നമ്മൾ, അതായത് ന്യൂക്ലിയർ, നേരത്തെ ശ്രീ തരംഗൻ സർ പറഞ്ഞതിന്റെ ഒരു വശം കൂടെ, അതായത് സൗദി അറേബ്യ പോലും മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറാൻ അഥവാ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുകയാണെങ്കിൽ സൗദി അറേബ്യയും ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കും എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴല്ല പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇറാന്റെ ഈ ന്യൂക്ലിയർ ത്രെറ്റ് അവരുടെ തന്നെ പല ലീഡേഴ്സിന്റെയും സ്റ്റേറ്റ്മെന്റ്സിന്റെയും അങ്ങനെ ഉണ്ട്. അതായത് അവരെ ചെയ്യുന്ന രീതിയും അവരുടെ സ്റ്റേറ്റ്മെന്റ്സിലും ധാരാളം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അത് സൗദി അറേബ്യക്കും പ്രശ്നമായിരുന്നു, അടുത്തുള്ള റീജിയൻസിനും എല്ലാം ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ആ ഒരു വശം കൂടെ നമ്മൾ കാണണം. കാരണം ഇറാൻ അവരുടെ ന്യൂക്ലിയർ ടെക്നോളജി എത്രമാത്രം ഡെവലപ്പ് ചെയ്തെന്ന്
ഒരാൾക്കും അറിയാൻ പറ്റത്തില്ല. എത്രമാത്രം ഡിസ്ട്രോയ് ചെയ്യുന്നതും ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഒരാൾക്കും അറിയാൻ പറ്റത്തില്ല. അത് ചിലപ്പം ചിലർ പറയുന്ന പോലെ 3 ആഴ്ചയാണോ, അത് 5 വർഷം 10 വർഷം എന്ന്, അത് ഓൺ ഗ്രൗണ്ട് പോയി ചെക്ക് ചെയ്ത്, അതും ഒരു നിഷ്പക്ഷ ആളുകൾ. ഇപ്പൊ IAEA തന്നെ അമേരിക്കൻ പക്ഷമുള്ള അല്ലെങ്കിൽ വേറെ പക്ഷമുള്ളവരാണെങ്കിൽ അതിന്റെ കറക്റ്റ് റിപ്പോർട്ട് ഒരിക്കലും വരത്തില്ല. കാരണം നമ്മുടെ മുന്നിൽ ഈ ഇറാഖില് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് അമേരിക്ക പോയി അറ്റാക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ ഒന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് പിന്നെ റിപ്പോർട്ട് വന്നത്. അതുകൊണ്ട് ഈ ഒരു യുദ്ധ സമയത്ത് ഏത് പക്ഷത്തു നിന്ന് ഏതൊക്കെ രീതിയിലുള്ള സത്യമായിട്ടുള്ള ഇൻഫർമേഷനാണ് വരുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് തെറ്റാൻ വഴിയുണ്ട്. കുറച്ചൊക്കെ നമുക്ക് അവരുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ, അവർ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച ഒരു അനാലിസിസ് മാത്രമേ ചെയ്യാവുള്ളൂ. യുദ്ധ സമയത്ത് ഒരു എക്സാക്ട് ആയിട്ട് നമുക്കത് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് എത്രമാത്രം ഡിസ്ട്രോയ് ചെയ്ത് എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം ഷുവറാണ്, അവരുടെ ന്യൂക്ലിയർ കാപ്പബിലിറ്റി അണ്ടർഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അത് വന്ന റിപ്പോർട്ട്. ഇറാൻ തന്നെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതായത് അവർ ആ രീതിയിലാണ് പല കാര്യങ്ങളും സമ്മതിച്ചുള്ളത്. അതിനെ ഇസ്രയേലിന്റെ ഇപ്പോഴത്തെ കാപ്പബിലിറ്റി വെച്ചിട്ട് അത് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. അതിന് അമേരിക്കയുടെ B2 ബോംബേഴ്സ് ഉപയോഗിച്ച് GBU-57 എന്ന് പറയുന്ന ബങ്കർ ബസ്റ്റിംഗ് ബോംബ് ഉപയോഗിച്ചാൽ മാത്രമേ അത് നിർത്താൻ പറ്റൂ. പക്ഷെ അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ശ്രീ ഹാഷ്മിയുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ചെർണോബിലും മറ്റു രീതിയിലൊക്കെ ഉള്ള അത് അത്രയും വലിയ ഒരു ന്യൂക്ലിയർ ഡിസാസ്റ്റർ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇത് എങ്ങോട്ട് പോകും എന്നുള്ളത് വലിയൊരു ചോദ്യമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു ആംഗിൾ എല്ലാം കൂടെ വെച്ചിട്ട് വേണം അമേരിക്ക ഇതിനകത്ത് ഇടപെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ഒരു യുദ്ധ സമാപ്തിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ ഇതെല്ലാം ചിന്തിക്കും എന്നാണ് നമുക്കിപ്പം പറയാൻ സാധിക്കുക. പക്ഷെ ഡൊണാൾഡ് ട്രംപ് ആയതുകൊണ്ട് എങ്ങനെ, എപ്പോ, ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ജോസഫ് ആന്റണിയും ഇവിടെ CSDN പറയുകയായിരുന്നു ഈ ബങ്കർ ബസ്റ്ററിന്റെ കാര്യം. എളുപ്പമാണോ സർ? ഇസ്രായേൽ പറയുകയാണ് ഞങ്ങൾക്ക് ഇറാന്റെ താഴെ കിടക്കുന്ന മറ്റേ ഈ സാധനം ഇത് പൊളിച്ചു കളയാൻ ഞങ്ങൾക്ക് ബങ്കർ ബസ്റ്റർ വേണം, കൊണ്ടുവന്നിട് എന്ന് പറയുമ്പോഴേക്കും ഈ പറയുന്ന രീതിയിൽ കൊണ്ടിടാൻ പറ്റുന്ന ഒരു ബോംബാണോ ബങ്കർ ബസ്റ്റർ? അങ്ങനെ ഇടുകയാണെങ്കിലും അതുണ്ടാക്കുന്ന ആ മേഖലയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം എത്രത്തോളം ഭീകരമാണ്? വിയറ്റ്നാമിൽ, അഫ്ഗാനിസ്ഥാനിൽ, ഇറാഖിലൊക്കെ നടത്തിയ ഇടപെടലുകൾ എന്താണ്? ഈ കാണിച്ചിട്ടുള്ള എടുത്തിയാട്ടങ്ങൾക്ക് ഇറാഖിന് മേൽ 2003 തുടങ്ങി 2012 5000-ഓളം സൈനികരെ കുരുതി കൊടുത്ത് ദശലക്ഷക്കണക്കിന് ഡോളർ പൊടിച്ചു കളഞ്ഞ ഈ പറയുന്ന ഇറാഖ് യുദ്ധത്തിന്റെ ഒക്കെ പൂർവ്വകാല അനുഭവമുള്ള അമേരിക്ക ഇസ്രായേൽ പറയുമ്പോഴത്തേക്കൊണ്ട് ബങ്കർ ബസ്റ്റർ ഇടുമെന്ന് വിചാരിക്കണോ ശ്രീ ജോസഫ് ആന്റണി? നമ്മൾ ആ ബങ്കർ ബസ്റ്റർ ആക്രമണത്തിൽ പോകുമ്പോൾ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണേണ്ടത്, ഈ ഇസ്രായേൽ ഇറാനെതിരെ നടത്തിയിരിക്കുന്ന ആക്രമണം തന്നെ 2 കാവട്യങ്ങൾ മുകളിൽ കെട്ടിപ്പൊക്കിയതാണ്. അതാണ് ഒന്നാമത്തത്. എന്തൊക്കെയാണ് കാവട്യങ്ങൾ? ഒന്ന്, ഈ കഴിഞ്ഞ 33 വർഷമായി ഈ ഇറാന്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് നിരന്തരം യാതൊരു തെളിവുകളുമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ബെഞ്ചമിൻ നെതന്യാഹു. 1992 അദ്ദേഹം ആ ഇസ്രായേൽ പാർലമെന്റ് അംഗമായപ്പോൾ ആ പാർലമെന്റ് നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു 3 വർഷത്തിനുള്ളിൽ ഇതാ ഈ ഇറാൻ ആണവ ബോംബ് ഉണ്ടാക്കാൻ പോകുന്നു. 1992 പറഞ്ഞത്. ആ 1992 ബോംബ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ 1995 ബോംബ് ഉണ്ടാക്കണം. എന്നാൽ 1995 ബോംബ് ഉണ്ടായില്ല. അപ്പോൾ 1995 അദ്ദേഹം ഒരു പുസ്തകം എഴുതി, ഫൈറ്റിംഗ് ടെററിസം എന്നൊരു പുസ്തകം എഴുതി. ആ ഫൈറ്റിംഗ് ടെററിസം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു 3 വർഷത്തിനുള്ളിൽ 5 വർഷത്തിനുള്ളിൽ ഇതാ പിന്നെ ഇറാൻ ആണവ ബോംബ് ഉണ്ടാക്കാൻ പോകുന്നു. 1995 പറഞ്ഞു. അത് 2000 ആയിട്ടും ബോംബ് ഉണ്ടായില്ല. 2002 അദ്ദേഹം വീണ്ടും പിന്നെ ഒരു ഇന്റർനാഷണൽ ഏജൻസി പിന്നെ സെൻട്രലിൽ നിന്നുകൊണ്ട് പറഞ്ഞു ഇതാ ആണവ ബോംബ് ഉണ്ടാക്കാൻ പോകുന്നു, അത് 6 മാസത്തിനുള്ളിൽ ആണവ ബോംബ് ഉണ്ടാക്കാൻ പോകുന്നു ഇറാൻ എന്ന് പറഞ്ഞു. 2012 അദ്ദേഹം ഐക്യരാഷ്ട്ര സംഘടനയുടെ പിന്നെ ജനറൽ അസംബ്ലിയിൽ ഒരു പടവുമായി, ബോംബിന്റെ പടവുമായി ചെന്നിട്ട് പറഞ്ഞു ഇതാ 90%, 2012 90% ഇതാ ബോംബിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു, ആഴ്ചകൾക്കുള്ളിൽ ഇറാൻ ആണവായുധം ഉണ്ടാക്കും. 2012 പറഞ്ഞു, 2012 പറഞ്ഞു, 2015 പറഞ്ഞു, 2018 പറഞ്ഞു. ഇവിടെ എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ബോംബുണ്ട് എന്ന് ഇറാന്റെ കയ്യിൽ ബോംബുണ്ട് എന്ന് ആധികാരികമായി പറയേണ്ടത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാണ് ലോകത്ത്. അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇറാന്റെ കയ്യിൽ ആണവ ബോംബുണ്ടെന്ന്. രണ്ടാമത്തത്, അമേരിക്കയുടെ പിന്നെ ഇന്റലിജൻസ് മേധാവിയായിട്ട് തുൾസി ഗബാർഡ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ആന്റി ഇസ്ലാമിക് നേതാവിൻ്റെ ഒരു ഏറ്റവും തികഞ്ഞ ലക്ഷണമൊത്തവരാണ്. അവർ പറഞ്ഞു, കഴിഞ്ഞ മാർച്ചിൽ പറഞ്ഞു ആ ഇറാന്റെ കയ്യിൽ ആണവ ബോംബില്ല. ഇതാണ് ആണവ ബോംബില്ല എന്ന് കൃത്യമായി ലോകത്തിന് അറിയാമിരിക്കെ ഇറാന്റെ കയ്യിൽ ആണവ ബോംബുണ്ട്, അത് ഞങ്ങൾ തകർക്കുമെന്ന് പറയുന്നതാണ് ഒന്ന്. രണ്ടാമത്തത് വളരെ പ്രധാനപ്പെട്ടത്, ഈ ആർക്കാണ് ഇതിനുള്ള അവകാശമുള്ളത്? ഇസ്രായേലിന് ഒരു രാജ്യത്തിൻ്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്നുള്ളത് കൊണ്ട് ആക്രമിക്കാനുള്ള ധാർമ്മികമോ നിയമപരമോ ആയിട്ടുള്ള അവകാശമുണ്ടോ? ഇല്ല. ധാർമ്മികമായിട്ടുള്ള അവകാശം എന്തുകൊണ്ടില്ല? ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം 1960
1967 തന്നെ നിയമവിരുദ്ധമായി ലോകത്തിനെ അറിയിക്കാതെ രഹസ്യമായി ആണവ ബോംബ് ഉണ്ടാക്കി കൈവശം വെച്ചിരിക്കുന്ന രാജ്യമാണത്. അങ്ങനെ 67 ഉണ്ടാക്കി ആണവ ആയുധം കൈവശം വെച്ചിരിക്കുന്ന രാജ്യം അമേരിക്കയ്ക്ക് അറിയാമെന്നിരിക്കെ 1968 ന്യൂക്ലിയർ നോൺ പ്രൊളിഫറേഷൻ ട്രീറ്റി എന്ന് പറയുന്ന ആണവ നിർവ്യാപന കരാർ അമേരിക്ക ഇനിഷ്യേറ്റീവ് എടുത്ത് ഒപ്പിടിച്ചു. ആരെ കൊണ്ട് ഒപ്പിടിച്ചു? ഇറാനെ കൊണ്ട് ഒപ്പിടിച്ചു, പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ കൊണ്ട് ഒപ്പിടിച്ചു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഇറാനോ അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളോ അറിയുകയാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആണവ ബോംബ് ഉണ്ട് എന്നെങ്കിൽ ഈ രാജ്യങ്ങൾ ആരെങ്കിലും ഒപ്പിടുമായിരുന്നു. ഇപ്പോൾ പലരും പറയുന്നത് ഈ NPTയിൽ ഒപ്പിട്ടു എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആണവായുധം ഉണ്ടാക്കാനുള്ള അവകാശമില്ല. പക്ഷേ നമുക്കറിയാം, പ്രഖ്യാപിക്കാതെ അപ്രഖ്യാപിതമായി ആണവ ബോംബ് ഉണ്ടാക്കി കൈവശം വെച്ചിരിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായി കൈവശം വെച്ചിരിക്കുന്ന ഒരു രാജ്യത്തിന് എങ്ങനെയാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ആണവ ബോംബ് ഉണ്ടാക്കിയാൽ തന്നെ അതിനെ ആക്രമിക്കാൻ കഴിയുക? എന്ന് മാത്രമല്ല, അന്തർദേശീയ നിയമങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഈ നമ്മൾ പറഞ്ഞല്ലോ, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ബോർഡ് ഓഫ് ഗവർണേഴ്സ് എടുത്ത തീരുമാനം, ആ തീരുമാനത്തിൽ പറഞ്ഞെന്താണ്? ഞങ്ങൾ പിന്നെ കഴിഞ്ഞ 20 വർഷമായി, 20 വർഷത്തിൽ ആദ്യമായി, 20 വർഷത്തിലെന്ന് പറഞ്ഞാൽ എന്താണ്, 2005 മുതൽ ഇതുവരെ 20 വർഷത്തിൽ ആദ്യമായി ഇറാൻ അതിൻ്റെ പിന്നെന്താ പറയുക, ഞങ്ങൾക്ക് തരേണ്ട വിവരങ്ങളെല്ലാം തരുന്നില്ല എന്ന പ്രഖ്യാപനമാണ് നടത്തിയത്. ആ പ്രഖ്യാപനത്തിൻ്റെ ചുവട് പിടിച്ച് 6ാമത്തെ റൗണ്ട് ചർച്ച ഒരുപക്ഷെ സമവായത്തിൽ എത്താൻ സാധ്യതയുള്ള ചർച്ച നടക്കാനിരിക്കുക, അതിനെല്ലാം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇത് പാനലിസ്റ്റുകൾ സൂചിപ്പിച്ച പോലെ എന്തായാലും അത് തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച തുടരേണ്ടി വരും. 8ാം ദിവസവും ഏതെങ്കിലും തരത്തിൽ മയമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വ്യോമാക്രമണങ്ങൾ തുടരുകയാണ്. ഇരുപക്ഷത്തും കനത്ത നാശം ഉണ്ടാവുന്നുണ്ട്. ജനീവയിൽ ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നു. ആ ചർച്ചയിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി പങ്കെടുക്കുന്നുണ്ട്. ഒരു സമാധാനത്തിന്റെ വെള്ളക്കൊടി ആ യോഗത്തിൽ ഉയരട്ടെ എന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.